പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിൽ നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. വളരെ ഉത്സാഹത്തോടെ ഇന്ന് രാത്രിയിലും ദൈവവചനം പഠിക്കുവാനായി ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം ചെയ്യുന്നു. ഇന്ന് ക്ലാസ് എടുക്കുന്ന കർത്താവിന്റെ ദാസൻ റവറൻ ഡോക്ടർ CV ആൻഡ്രൂസ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അറ്റ്ലാന്റയിൽ നിന്ന് തുടർമാനമായി വെളിപ്പാട് പുസ്തകം താൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വളരെ ശക്തമായി ദൈവവചനം പഠിപ്പിക്കുവാൻ സ്വർഗം തന്നെ സഹായിച്ചു. ഇന്ന് രാത്രിയിലും ദൈവം തന്നെ ശക്തമായി ഉപയോഗിപ്പാൻ അത് ജോയിൻ ചെയ്ത എല്ലാവർക്കും, പിന്നീട് ഇത് സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലൊക്കെ കേൾക്കുന്നവർക്കെല്ലാം അതൊരു അനുഗ്രഹമായി തീരേണ്ടതിന് നാം എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ ക്ലാസിന്റെ അനുഗ്രഹത്തിനായിട്ട് ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ ബൈബിൾ ക്ലാസ്സുമായിട്ട് ഞങ്ങൾ കടന്നു വരുന്നു. ഇന്ന് വെളിപ്പാട് പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ കർത്താവെ, ദാസനെ കർത്താവ് കരങ്ങൾ ഉപയോഗിക്കുമാറാകണം. കർത്താവെ, കേൾക്കുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും അവരുടെ ഹൃദയങ്ങളെ തുറന്ന് വചനം പഠിക്കുവാൻ തക്കവണ്ണം, വചനം ഗ്രഹിക്കുവാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കേണ്ടതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ ശക്തമേറിയ പ്രവൃത്തി കർത്താവ് പ്ലാറ്റ്ഫോമിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയാക്കേണ്ടതിനായി സ്തോത്രം ചെയ്യുന്നു. അശ്രദ്ധകളെ കൊണ്ടുവരുന്ന സകല പോരുകളെയും കർത്താവ് വിജയിക്കുവാനുള്ള ദൈവകൃപ കർത്താവ് ഇതിന്റെ ജനത്തിന് അവിടുന്ന് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇത് നടത്തുന്ന ലാലി സാറിനായി സ്തോത്രം ചെയ്യുന്നു. ബാക്കി സാറന്മാരെല്ലാവരെയും കർത്താവിന്റെ കണ്ണിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം സഹായിക്കണം. ഹൃദയ ഏകാഗ്രതയോടും ഭയഭക്തിയോടും ക്ലാസ്സിൽ ഇരിപ്പാൻ കൃപ പകർന്നാട്ടെ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ധന്യനായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. താങ്ക് യു പാസ്റ്റർ ഡേവിസ്. ദൈവം സഹായിക്കട്ടെ. ബൈബിൾ വായിക്കുന്ന നമ്മുടെ സ്ഥിരം വായിക്കുന്നവർ തന്നെ വായിക്കുന്നതായിരിക്കും. പാസ്റ്റർക്ക് പേരുകളൊക്കെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. പാസ്റ്റേ, വായിക്കുന്നൊരു പേരൊന്ന് ഓർഡർ പ്രകാരം വിളിക്കുകയായിരുന്നെങ്കിലേ ഓർഡർ പ്രകാരം വായിക്കായിരുന്നു. അല്ലെങ്കിൽ എല്ലാവരും കൂടി വായിക്കുമ്പോ ആകെ കശപിശയാവും. പേരൊന്ന് വായിക്കാം. ഓക്കെ, അത് ഞാൻ ഇട്ട് കൊടുത്തോടാം. ഓക്കെ, തുടർന്നുള്ള ക്ലാസ്സിനായി കർത്താവിന്റെ ദാസനെ ക്ഷണിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ 15ാമത്തെ ക്ലാസ്സിലേക്കാണ് കടന്നു വരാനിടയായത്. ഇന്ന് രാത്രികാലം പാസ്റ്റർ ഷാജി കിദാനിയലിനെയും പാസ്റ്റർ ലാലു ജേക്കബിനെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയാണ്. ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിക്കട്ടെ. മറ്റ് പാസ്റ്റർമാരായിരിക്കുന്ന പാസ്റ്റർ തോമസ് ഫിലിപ്പ്, അതുപോലെ മറ്റ് സണ്ണി പാസ്റ്റർ, എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വന്നിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം ഇപ്പോൾ 1-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വായിക്കാൻ പോകുന്ന, ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. പ്രൈസ് ദി ലോർഡ്. താമസിക്കുകയാണെങ്കിൽ ഞാൻ തന്നെ അങ്ങ് വായിക്കുന്നത്. ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എന്റെ മേൽ വച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്ക് 7 സഭകൾ ആകുന്നു എന്ന് കൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചെടുത്തത് അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു എന്ന് പറഞ്ഞാണ് നമ്മൾ അവസാനിപ്പിച്ചത്. ബാക്കി നമുക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം സമയം കിട്ടിയില്ല. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു, അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു എന്നുള്ള ആ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ ഏകനായി കിടക്കുമ്പോൾ കർത്തൃ ദിവസത്തിങ്കിൽ കർത്താവായ യേശു മനുഷ്യപുത്രനായി, ദൈവപുത്രൻ തന്നെ, എന്നാൽ മനുഷ്യപുത്രനോട് സദൃശനായി ഒരുവിനെ കണ്ടു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തു യോഹന്നാന് പ്രത്യക്ഷപ്പെട്ടത് 12 നിലയിൽ ആയിരുന്നു എന്നാണ് നമ്മൾ പഠിച്ചത്. അതിൽ 1, അവൻ കർത്താവായ യേശു നിലയങ്കി ധരിച്ചിരിക്കുന്നു. 2, മാറത്ത് പൊൻകച്ച കെട്ടിയിരിക്കുന്നു. 3, തലയും തലമുടിയും വെളുത്ത മഞ്ഞ് പോലെ. 4, അഗ്നിജ്വാലിക്കൊത്ത കണ്ണ്. 5, കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യം.
6 അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. 7 അവന്റെ വലങ്കയിൽ 7 നക്ഷത്രം. 8 വായിൽ മൂർച്ചയേറിയ ഇരുവായുത്തലുള്ള വാൽ. 9 മുഖം സൂര്യനെ പോലെ. ഇനി 3 വിഷയമാണ് നമുക്ക് ചിന്തിക്കാൻ തക്കമുള്ളത്. 10ഉം 11ഉം 12ഉം വിഷയം. 10ാമത്തത് ആദ്യനും അന്ത്യനും ജീവനുള്ളവനും. 11 മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചവൻ. 12 മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. പാതാള ലോകത്തെക്കുറിച്ച് ഒരല്പസമയം കൂടി ചിന്തിച്ചിട്ട് നമുക്ക് 2ാം അധ്യായത്തിലേക്ക് പ്രവേശിപ്പാൻ തക്ക നോക്കത്തുള്ളൂ. എന്നാൽ ഇതിൻ്റെ അടുത്ത 3 വിഷയങ്ങൾ എടുക്കുന്നതിൻ്റെ മുമ്പിൽ വന്ന 2 വിഷയങ്ങളാണ്. അത് അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. യോഹന്നാൻ കണ്ട ഈ കാഴ്ച അതിഭയങ്കരമായിരുന്നു. ഈ ലോകത്തിൽ കർത്താവായ യേശുക്രിസ്തു താഴ്ചയുള്ള ശരീരത്തോടെ ഇരുന്ന സമയത്തിൽ മാർവിൽ ചാരിയിരുന്ന യോഹന്നാൻ ഈ രൂപം കണ്ടപ്പോൾ താൻ ബോധം കെട്ട് താഴെ പോയി. മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവൻ്റെ കാൽക്കൽ വീണ പ്രിയപ്പെട്ടവരെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിപ്പാൻ തക്കൊണ്ടിയായി. ഇങ്ങനെ മരിച്ചവനെ പോലെ അത് അവൻ്റെ കാൽക്കൽ വീണ് കിടന്ന യോഹന്നാനെ യേശു കണ്ടിട്ട് അങ്ങ് പോയില്ല. അവിടെ വായിക്കുന്നത് അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു. ദൈവത്തിന് സ്തോത്രം. യേശു വലങ്കൈ യോഹന്നാന്റെ മേൽ വെച്ചു. ആ വലങ്കൈയുടെ പ്രത്യേകത, വലങ്കൈയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചതാണ്. നമ്മൾ 138ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്ന കരങ്ങളിലാണ് എന്ന് നമ്മൾക്ക് കാണുവാൻ തക്കണം കഴിയുന്നു. ശക്തനായവന്റെ കരം വന്ന് അപ്പോസ്തലന്റെ മേൽ വെച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. അതേ, അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു എന്ന് 138ാം സങ്കീർത്തനം 7ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. വലങ്കൈയുടെ പ്രത്യേകത, കൈക്ക് പിടിച്ചവൻ നമ്മളെ കരകയറ്റുന്നു. ആ വലങ്കൈയെക്കുറിച്ച് ധാരാളമായ യഹോവ തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ തൻ്റെ വലങ്കൈയുടെ വീര്യപ്രവൃത്തികളാണ് ഉത്തരം വരണ്ടു. 20ാം സങ്കീർത്തനമൊക്കെ നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ വലങ്കൈയെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ആ ഭാഗത്തേക്ക് നമ്മൾ കടക്കണ്ട. ഇവിടെ നമ്മൾ വായിക്കുന്നത് ആ കരം യോഹന്നാന്റെ മേൽ വന്നു വെച്ചു. ബോധം കെട്ട് മരിച്ചവനെ പോലെ ഇങ്ങനെ കിടക്കുകയാണ്. പേടിച്ചുപോയി, ആകപ്പാടെ പേടിച്ചുപോയി. ഇങ്ങനത്തെ ഒരു രൂപം താൻ ഇതിന് മുൻപ് കണ്ടിട്ടില്ല. ഈ നിലത്ത് കിടക്കുന്ന യോഹന്നാനെ കണ്ടിട്ട് കർത്താവ് തൻ്റെ കരം അവൻ്റെ മേൽ വെച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ദാനിയേൽ പ്രവചനം 10ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ എളുപ്പെടുത്ത് വായിക്കാമെങ്കിൽ ശേഷിച്ചിരുന്ന് ആ മഹാദർശനം കണ്ടു. എന്നിൽ ഒട്ടും ബലം ശേഷിച്ചിരുന്നില്ല. എന്റെ മുഖശോഭ ക്ഷയിച്ചു പോയി. എനിക്ക് ഒട്ടും ബലമില്ലാതെയുമായി. എന്നാൽ ഞാൻ അവന്റെ വാക്കുകളുടെ ശബ്ദം കേട്ടു. അവന്റെ വാക്കുകളുടെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ബോധം കെട്ടു നിലത്തു കവിണ്ണു വീണു. എന്നാറെ ഒരു കൈ എന്നെ തൊട്ടു. എന്നെ മുഴങ്കാലും ഉള്ളംകൈയും ഊന്നി വിറയിലോടെ നിൽക്കുമാറാക്കി. മതി. ഇവിടെ വായിക്കുന്നു, ദാനിയേൽ പ്രവാചകൻ ഹിദ്ദക്കൽ എന്ന് പറയുന്ന മഹാനദീരത്ത് പ്രാർത്ഥന ആരംഭിച്ചു. താനും തൻ്റെ കൂട്ടാളികളും കൂടെ ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥന 21 ദിവസം വരെ നീണ്ടുപോയി. 21ാം ദിവസമാണ് തൻ്റെ അരികിലേക്ക് അത് ഒരു ദൂതൻ കടന്നു വരുന്നത്. ആ കടന്നു വന്ന ദൂതനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടെ വായിക്കുന്നത് ദാനിയേൽ പേടിച്ചുപോയി. ആ ശബ്ദം എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ പേടിച്ചുപോയി. അവൻ അവിടെ വീണു. അതേ, തൻ്റെ വല്ലാത്ത അവസ്ഥയായി അവിടെ താൻ വീണപ്പോൾ, അതേ വിഷമിച്ചപ്പോൾ ഒരു കൈ വന്ന് അവനെ തൊട്ട് ദാനിയേലിനെ നേരെ നിൽക്കുമാറാക്കിയ കരത്തെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ഒക്കെയും ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും കടന്നു വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ അദൃശ്യമാർന്ന കരത്തിൻ്റെ സ്പർശനം നമ്മളെ തൊട്ട് ബലപ്പെടുത്തുന്ന കരമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരം. ഏകനായി പത്മോസ് ദ്വീപിൽ കിടക്കുന്ന യോഹന്നാൻ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ. ആ സമയം വന്ന് തന്നെ തൊട്ട് ബലപ്പെടുത്തിയ കരത്തിൻ്റെ ശക്തി ഇന്നും നമ്മുടെ മേൽ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ ഓർപ്പിക്കുന്നത്. മത്തായി സുവിശേഷം 8:3 ആരെയൊക്കെ കർത്താവ് തൊട്ടതായ കാര്യം. മത്തായി 8:3 കർത്താവായ യേശു ക്രിസ്തു ഗിരിപ്രഭാഷണം കഴിഞ്ഞ് ഇറങ്ങി വരും. മലയിൽ നിന്ന് ഇറങ്ങി വന്ന കാര്യമാണ് 8:3. എടുത്തെങ്കിൽ വായിക്കാനല്ലേ ഞാൻ പറയാൻ പോവുകയാണ്. അവൻ കൈ നീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി. ഒരു കുഷ്ഠരോഗി വന്ന യേശുവിനോട് പറയാണ്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാൻ തക്കൊണ്ണം കഴിയും. യേശു ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം 5, 6, 7 ഈ 3 അധ്യായങ്ങൾ യേശു ക്രിസ്തുവിന്റെ പർവ്വത പ്രസംഗമാണ്. അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പം ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ച് പറയാണ്, കർത്താവേ, നിനക്ക് ഇഷ്ടമാണെങ്കിൽ, മനസ്സുണ്ടെങ്കിൽ അത് എന്നെ ശുദ്ധമാക്കാൻ കഴിയും. ഈ കുഷ്ഠരോഗിയുടെ ദേഹത്ത് ആരാണ് തൊടുന്നത്?
കുഷ്ഠരോഗി പരസ്യമായി ഇറങ്ങി നടക്കാൻ തക്കണം പഴയ നിയമകാലത്ത് വ്യവസ്ഥയില്ലായിരുന്നു. അഥവാ ഒരു വഴിയോടെ വരികയാണെങ്കിൽ ഞാൻ അശുദ്ധൻ അശുദ്ധൻ എന്ന് പറഞ്ഞ് മുഖം മൂടിക്കൊണ്ട് പറഞ്ഞു വേണം പോകാൻ. അത്രമാത്രം അതേ അവരെ വെറുത്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. എന്നാൽ കർത്താവ് മനസ്സലിഞ്ഞ് എനിക്ക് മനസ്സുണ്ട് എന്ന് പറഞ്ഞ് കർത്താവ് ആ കുഷ്ഠരോഗിയെ തൊട്ടു. യേശു തൊട്ടപ്പോൾ കുഷ്ഠരോഗം മാറുന്നതായി നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയും. മത്തായി സുവിശേഷം 17-ാം അധ്യായം 6-7 വാക്യങ്ങൾ വായിക്കാം. ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ടു കവിണ്ണു വീണു. യേശു അടുത്തു ചെന്ന് അവരെ തൊട്ടു, എഴുന്നേൽപ്പിൻ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. നോക്കണമേ, താബോർ മലയിൽ യേശു രൂപാന്തരപ്പെട്ട സന്ദർഭത്തിലെ വിഷയമാണ് നമുക്ക് അവിടെ കാണുവാൻ തക്കൊണ്ട് കഴിയുന്നത്. ഏലിയാവും മോശയും അവിടെ പ്രത്യക്ഷപ്പെട്ടു. അത് ഇവനെന്റെ അപ്പോൾ പത്രോസ് പറഞ്ഞു, ഞാൻ 3 കുടിലുണ്ടാക്കാം, ഒന്ന് നിനക്കും, ഒന്ന് ഏലിയാവിനും, ഒന്ന് മോശയ്ക്കും. അന്നേരെ അതേ ഏലിയാവും മോശ സ്ഥലം വിട്ടു. യേശുവിനോട് തുലനപ്പെടുത്തിയാണ് പത്രോസ് യേശുവിനെ കുറിച്ച് സംസാരിച്ചത്. രണ്ടുപേർക്ക് ഒരുപോലെ ഫ്ലാറ്റ് ഉണ്ടാക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് ഏലിയാവിന്, ഒന്ന് മോശയ്ക്ക്. ഇത് കേട്ടോടനെ ഏലിയാവും മോശയും പറഞ്ഞു, ഞങ്ങളില്ലെന്ന് പറഞ്ഞു. കാരണം ഇവനെ പോലെ വലിയവൻ ആരുമില്ല, അവനൊപ്പം പറയാൻ ഞങ്ങൾ ആരുമല്ല എന്ന് പറഞ്ഞ ഉടൻ തന്നെ പത്രോസ് ഇങ്ങനെ പറഞ്ഞ ഉടൻ തന്നെ ഏലിയാവും മോശയും സ്ഥലം വിട്ടു. അപ്പം കേട്ട ശബ്ദം എന്താ അറിയാമോ? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ഏലിയാവിനേക്കാൾ വലിയവനാണ്, മോശയേക്കാൾ വലിയവനാണ്. അപ്പോൾ ഈ ശബ്ദം കേട്ടപ്പോൾ ഇവരെ ബോധം കെട്ട് നിലത്ത് വീണു. കർത്താവ് ചെന്ന് അവരെ തൊട്ടു. എന്നാ നിങ്ങളിവിടെ കിടന്നു, അവരെ പോലെ ഒപ്പാണല്ലോ നിങ്ങൾ എന്നെ തൊലനപ്പെടുത്തിയതെന്ന് പറഞ്ഞ് അവരങ്ങ് യേശു അവിടെ നിന്ന് പോയില്ല. നമ്മളൊക്കെ ആണെങ്കിൽ ആ പ്രതിഷേധമൊക്കെ അവിടെ കാണിച്ചേനെ, അവരുടെ ഒപ്പം അതേ എന്നെ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞ് അത് അവിടെ കടന്നു എന്ന് പറഞ്ഞ് പോയിനെ. എന്നാൽ യേശു അങ്ങനെ ചെയ്തില്ല. യേശു എന്ത് ചെയ്തു? അവരുടെ ബലഹീനതൊക്കെ കർത്താവിന് അറിയാം. കർത്താവ് ചെന്ന് അവരെ തൊട്ടു, അവരെ എഴുന്നേൽപ്പിച്ചു. കർത്താവ് തൊടുന്നു. ദൈവത്തിന് സ്തോത്രം. ഇനി ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 13-14 വാക്യങ്ങൾ വായിക്കാം. 7-13-14. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്ന് മഞ്ചം തൊട്ടു. ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാര, എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 4 വിധവമാരുടെ കാര്യം കർത്താവ് പറയുന്നുണ്ട്. 4 വിധവമാരുടെ കാര്യം. അതിലൊരു വിധവയാണ് ഇത്. അത് സാരേപ്പാത്തിലെ വിധവയെ കുറിച്ച് പറയുന്നുണ്ട്. അനീതി പ്രവർത്തിച്ച ന്യായാധിപന്റെ വാതിക്കെന്ന് മുട്ടിയ വിധവയെ കുറിച്ച്. ഇങ്ങനെ മൊത്തം 4 വിധവമാരെ കുറിച്ച് ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മറ്റാരും പറഞ്ഞതിനേക്കാൾ വ്യത്യസ്തമായ നിലയിൽ ലൂക്കോസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ നയീൻ പട്ടണത്തിലെ ഒരു വിധവയുടെ കാര്യമാണ്. അവൾക്ക് ഒരു ചെറിയ ഗ്രാമത്തിൽ ഈ വിധവയ്ക്ക് ആകെപ്പാടെ ഒരു ഏക മകനാണ്. ആ ഏക മകൻ, ഇവളെ പുലർത്തേണ്ട ഈ മകൻ മരിച്ചുപോയി. ആ വിധവയുടെ സങ്കടം എത്ര വലുതാ! അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കർത്താവ് അവിടെ വന്നത്. ഇതെല്ലാം കർത്താവ് ദൂരെ അറിയുന്നതിന്. കർത്താവ് അറിഞ്ഞുകൊണ്ട് അവിടേക്ക് കടന്നു വന്നു. ശവമഞ്ചത്തിൽ ഈ വിധവയുടെ മകനെ, ഈ ബാല്യക്കാരൻ എഴുതിക്കുന്നത് ഒരു ബാല്യക്കാരൻ, വിധവയെ പോറ്റി പുലർത്തുന്നവൻ, ഏക മകൻ, ആ വിധവയുടെ ദുഃഖം കണ്ടുകൊണ്ട്, അവളുടെ കരച്ചിൽ കണ്ടുകൊണ്ട് ദൂരവേ മനസ്സിലാക്കി കർത്താവ് ആ വഴിയോടെ കടന്നു വന്നാണ്. അവിടെ വന്നപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? മഞ്ചം തൊട്ടു. ബാല്യക്കാരാ, എഴുന്നേക്കാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ബാല്യക്കാരൻ എഴുന്നേറ്റു. വിധവയ്ക്ക് വിട്ടുകൊടുക്കുവാൻ തക്കണം ഇവിടെയായി തീർന്നു. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പൈതലെ, നമ്മുടെ പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ നമ്മളെ കടന്നു വന്ന് രക്ഷിക്കുന്ന വലിയവനായ ദൈവത്തിന്റെ പ്രവർത്തനം നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഇന്ന് ഭാരപ്പെട്ടിരിക്കുകയാണോ? ഈ ലണ്ടനിലെ പ്രഭുക്കന്മാരിലെ, ലണ്ടൻ എന്ന് പറയുന്ന രാജ്യത്ത്, UK-യിലെ പ്രഭുക്കന്മാർ കൂടി, അവരെല്ലാവരും കൂടി അവർ പറഞ്ഞു, നമുക്ക് കാടിന്റെ നടുക്ക് നമുക്കൊരു കൊട്ടാരം പണിയാം. എന്നിട്ട് നമുക്ക് അവധി ദിവസങ്ങളിൽ വന്ന് ഇവിടെ സമയം ചെലവഴിക്കാന്ന് പറഞ്ഞ് ഇവരെല്ലാം കൂടെ ഒന്നിച്ചു കൂടി. ഇവരെ അതിന് കൊട്ടാരം പണിതു. മനോഹരമായ വിശാലമായ ഒരുപാട് പ്രഭുക്കന്മാർക്ക് ദിവസങ്ങൾ താമസിച്ച് വിനോദങ്ങൾ നടത്താൻ തക്കമുള്ള ഒരു കൊട്ടാരം പണിതു. ആ കൊട്ടാരത്തിൽ ഇവരെല്ലാം വന്ന് അവധിക്കാലത്ത് സമയം ചെലവഴിക്കും. ഭാര്യമാരും വരും, കുഞ്ഞുങ്ങളും വരും. ഇവരിങ്ങനെ പല കളികളാണ്, ചൂതുകളി, ചേസ്, ഇങ്ങനെയൊക്കെ പല കളികൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കുഞ്ഞുങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചു, നമുക്ക് അടുത്തുള്ള നദിയിലേക്ക് ഒന്ന് കുളിക്കാൻ പോകാമെന്ന് പറഞ്ഞു പോയി. അങ്ങനെ അവർ കുളിക്കാൻ പോയ സന്ദർഭത്തിൽ അത് നീന്തറിയാൻ വയ്യാത്ത ഒരു പയ്യൻ വെള്ളത്തിൽ പോയി മുങ്ങിച്ചാകാൻ തുടങ്ങുകയാണ്. ആരുമില്ല സഹായിക്കാൻ. മറ്റു കുഞ്ഞുങ്ങൾക്ക് രക്ഷിപ്പാൻ തക്ക ഒക്കുന്നില്ല. ഇവരവിടെ കിടന്ന് നിലവിളിച്ചിട്ടും
ഈ കൊട്ടാരത്തിൽ കിടക്കുന്നവർ കേൾക്കുന്നില്ല, ഒരുപാട് ഭയങ്കര ബഹളമാണ്. അപ്പൊ ആ തോട്ടത്തിൽ പണി ചെയ്യുന്ന ഒരു തോട്ടപ്പണിക്കാരന്റെ മകൻ ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ദരിദ്ര കുടുംബത്തിൽപ്പെട്ടവനാണ്. അതേ ഉടുപ്പൊക്കെ കീറിയതാണ്. അതേ പട്ടിണിയാണ് ആ തോട്ടപ്പണിക്കാരന്. ഒരു മക്കളെയും ഇങ്ങനെ പുലർത്തി ജീവിക്കുന്ന ആ തോട്ടപ്പണിക്കാരന്റെ മകൻ ഈ കാഴ്ച കണ്ടു. അവന് നീന്തറിയാം. അവൻ ഒറ്റ ചാട്ടത്തിൽ ഈ വെള്ളത്തിലേക്ക് ചാടി ഈ പയ്യനെ രക്ഷിച്ചു. അത് കരയ്ക്ക് കൊണ്ടുവന്ന് അവന്റെ വയറ്റിന്റെ അകത്തുണ്ടായിരുന്ന വെള്ളമൊക്കെ അതേ വെളിയിലിറക്കി പ്രഥമ ശുശ്രൂഷയൊക്കെ ചെയ്ത് അവനെ രക്ഷപ്പെടുത്തി. രക്ഷപ്പെട്ടു കഴിഞ്ഞ് കുഞ്ഞുങ്ങളുടെ നിലവിളി ഇതെല്ലാം കഴിഞ്ഞ് അറിഞ്ഞു കേട്ട് പ്രഭുക്കന്മാരെല്ലാം ഇറങ്ങി വന്നപ്പോൾ അവിടെ കൂടി വന്ന പ്രഭുക്കന്മാരുടെ ഏറ്റവും വലിയ പ്രഭുവിന്റെ മകനാണ് ഈ മുങ്ങിച്ചാകാൻ തുടങ്ങിയത്. അത് അവനെ രക്ഷിച്ച തോട്ടപ്പണിക്കാരന്റെ മകനെ കണ്ടപ്പോൾ അതെ അടുത്തെല്ലാം ഒക്കത്തില്ല, അടുത്ത് എന്ന് കരഞ്ഞു പറഞ്ഞു, നീ എൻ്റെ മകനെ രക്ഷിച്ചതിന് നന്ദി. അപ്പൻ ഓടി വന്നു. ആ പണിക്കാരന്റെ ഈ മകന്റെ അപ്പൻ ഓടി വന്നു. അപ്പോൾ ആ അപ്പനോട് ഒരു ചോദ്യം ചോദിച്ചു, എൻ്റെ ഈ മകനെ രക്ഷിച്ച അതേ നിന്റെ മകനും നിനക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. പല കാര്യങ്ങൾ ചോദിക്കാം. അപ്പൊ ആ അപ്പൻ പറഞ്ഞു, എൻ്റെ ഈ മകൻ പഠിക്കാൻ വലിയ മിടുക്കനാണ്, അവനെ അത് എങ്ങനെയൊന്ന് പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചു. പറഞ്ഞു ആ കാര്യം ഞാൻ ഏറ്റെന്ന് പറഞ്ഞു. കാരണം വലിയ പ്രഭുവല്ലേ, പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് ഏറ്റെടുത്തു. നടന്ന സംഭവമാണ്. ഏറ്റെടുത്ത് കഴിഞ്ഞ് ഈ കുഞ്ഞിനെ പഠിപ്പിക്കാൻ തക്കൊണ്ട് തുടങ്ങി. അനേക സമ്മാനങ്ങളൊക്കെ ഇവർക്ക് കൊടുക്കുവാൻ തക്കൊണ്ട് ഇടയായി. അത് പഠിപ്പിച്ച് അവസാനം മെഡിക്കൽ കോളേജിൽ പോയി പഠിച്ച് അവൻ ഒരു മെഡിക്കൽ ഡോക്ടറായി മാറുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. അറിയപ്പെടുന്ന ഒരു മെഡിക്കൽ ഡോക്ടർ. അവന്റെ പേരാണ് അലക്സാണ്ടർ ഫ്ലെമിംഗ്. അദ്ദേഹമാണ് പെൻസിലിൻ കണ്ടുപിടിച്ചത്. ഈ മുങ്ങിച്ചാകാൻ തുടങ്ങിയ പയ്യനുണ്ടല്ലോ, അവനാണ് വിൻസൻ ചർച്ചിൽ യുകെയുടെ പ്രധാനമന്ത്രിയായി തീർന്നത്. നോക്കണമേ, രക്ഷപ്പെടുത്താൻ ആരും ഇല്ലാതിരുന്ന സമയത്ത് ആ തോട്ടപ്പണിക്കാരന്റെ മകൻ ചാടി രക്ഷപ്പെടുത്തിയത് കൊണ്ട് ആ പൈതൽ അവൻ യുകെയുടെ പ്രൈം മിനിസ്റ്ററായി തീരുവാനായി അറിയപ്പെടുന്ന അതേ ഒരു വ്യക്തിയായിരുന്നു വിൻസൻ ചർച്ചിൽ. അദ്ദേഹത്തിന്റെ അനേക പ്രസംഗങ്ങൾ യൂട്യൂബിലും മറ്റും കിടപ്പുണ്ട്. അദ്ദേഹത്തെക്കുറിച്ചുള്ള വലിയ ചരിത്രങ്ങളുണ്ട്. ടെഹ്റാനിൽ വെച്ച് 2ാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ വിൻസൻ ചർച്ചിൽ ന്യൂമോണിയ ബാധിച്ച് മരണത്തോട് മല്ലടിച്ച് കിടന്ന സമയത്ത് യുകെയിൽ നിന്ന് ഈ അലക്സാണ്ടർ ഫ്ലെമിങ്ങിനെ വരുത്തി അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റാണ് രക്ഷപ്പെടുത്തിയത്. അവിടെ വെച്ച് അവർ വാവിട്ട് കരയുവാൻ തക്കവണ്ണം തീർന്നു. ഞാൻ പറഞ്ഞു വന്ന സന്ദർഭത്തിൽ നമ്മൾ മുങ്ങിച്ചാകാൻ തുടങ്ങുമ്പോൾ, നമ്മളെ ആരും സഹായിക്കാനില്ലാതിരിക്കുമ്പോൾ, നമ്മുടെ പ്രയാസഘട്ടത്തിൽ നിന്റെ അരികിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ സഹായിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ വിഷമസ്ഥിതിയിൽ നമ്മളെ തൊടുന്നവനാണ്, നമ്മളെ ശക്തിപ്പെടുത്തുന്നവനാണ്, നമ്മുടെ ബലഹീനതയിൽ നമ്മെ സഹായിക്കുന്നവനാണ്. ആമോസിന്റെ പ്രവചനം 9-ാം അധ്യായം 5-ാമത്തെ വാക്യം കൊണ്ട് വായിച്ച് നമുക്ക് ആ ഭാഗം വിടാം. സൈന്യങ്ങളുടെ യഹോവയായ കർത്താവേ, ദേശത്തെ തൊടുന്നു, അത് ഉരുകിപ്പോകുന്നു, അതിൽ പാർക്കുന്നവരൊക്കെയും വിലപിക്കും, അത് മുഴുവനും നീലനദി പോലെ പൊങ്ങുകയും മിസ്രൈമിലെ നദി പോലെ താഴുകയും ചെയ്യും. അവൻ ദേശത്തെ തൊടുമ്പോൾ അത് ഉരുകിപ്പോകുന്നു. ദൈവത്തിന് സ്തോത്രം. നോക്കണമേ, ഒരു ദേശം മുഴുവൻ അതേ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കൊണ്ട് അതേ വഷത്വം കൊണ്ട് നിറയുമ്പോൾ അവൻ ആ ദേശത്തെ തൊടുന്നവനാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ അതേ ദേശത്തെ ഓർത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നില്ലേ, കർത്താവേ ഈ ദേശത്തെ തൊടണമേ. നമ്മുടെ മുമ്പിൽ കാണുന്ന പർവ്വതമുണ്ടല്ലോ, ആ പർവ്വതം തൊടുമ്പോൾ അത് ഉരുകിപ്പോവും, അത് തകർന്നു പോകും. നമ്മുടെ മുമ്പിൽ കാണുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളുമാകുന്ന പർവ്വതങ്ങൾ കണ്ടുകൊണ്ട് ഭാരപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതത്തെ ഞാൻ സമഭൂമിയാക്കി മാറ്റും. സെരുബാബേൽ ദൈവാലയം പണിയാൻ തക്കവണ്ണം കടന്നുപോയപ്പോൾ അവന് തടസ്സമായിരുന്നത് ഈ പർവ്വതമായിരുന്നു. ആ പർവ്വതത്തെ കണ്ട് അവൻ പുറകോട്ട് മാറിയില്ല. പർവ്വതത്തെ നിർമ്മിച്ച കർത്താവിന്റെ മുഖത്തേക്ക് അവൻ നോക്കി, സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, ഞാൻ നിന്നെ സമഭൂമിയാക്കി മാറ്റും. അബ്രഹാം ഇസ്ഹാക്കുമായിട്ട് യാത്ര ചെയ്ത സമയത്ത് മകനൊരു ചോദ്യം ചോദിച്ചു, അപ്പ വിറകുണ്ട്, കത്തിയുണ്ട്, യാഗത്തിനുള്ള മൃഗം എവിടെ? ആ സമയത്ത് ഒരു പിതാവ് എന്നുള്ള നിലയിൽ തൻ്റെ ഹൃദയം എന്തുമാത്രം ഉരുകിക്കാണും. ആ ചോദ്യത്തിന് മുമ്പിൽ തൻ്റെ മുൻപിൽ വലിയൊരു പർവ്വതം നിൽക്കുകയാണ്. അവൻ പറഞ്ഞ മറുപടി, മകനെ ദൈവം കരുതിക്കൊണ്ടു. ആ സമയത്ത് അവൻ ദൈവത്തിന്റെ മുഖത്തേക്കാണ് നോക്കിയത്. പർവ്വതത്തെ നിർമ്മിച്ച ദൈവത്തിന്റെ മുഖത്തെ. എൻ്റെ പ്രശ്നങ്ങളെ പരിഹരിപ്പാൻ കഴിവുള്ള വാർദ്ധക്യത്തിൽ എനിക്കൊരു മകനെ തരാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവ് എനിക്കൊരു മകനെ തന്നു. എന്നാൽ ഇപ്പോൾ പറയുന്ന യാഗം കഴിക്കാൻ അത് ഞാൻ അനുസരിപ്പാൻ തക്കണം പോവുകയാണ്. എന്നാൽ ഞാൻ അവിടെ പോയി യാഗം കഴിച്ചാലും ഞാൻ ഒറ്റയ്ക്ക് മടങ്ങി വരാൻ ദൈവം ഇവിടെ ആക്കത്തില്ല. ആ ചാരത്തിൽ നിന്ന് എൻ്റെ മകനെ
ഉയർപ്പിച്ചിട്ട് എനിക്ക് എൻ്റെ മകനുമായി വരാൻ ഇടയാക്കുമെന്നുള്ള ആ വിശ്വാസം അബ്രഹാമിനുണ്ടായിരുന്നു. ഇന്ന് രാത്രികാലം ഈ പ്ലാറ്റ്ഫോമിൽ ആയിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഞാൻ നിങ്ങളോടൊരു കാര്യം ഓർപ്പിക്കട്ടെ. നമ്മുടെ മുമ്പിൽ കാണുന്ന പർവ്വതമുണ്ടല്ലോ, നമ്മുടെ ദേശമുണ്ടല്ലോ, അതിനൊക്കെ തൊടുമ്പോൾ വ്യത്യാസം വരുത്തുവാൻ, മറുപടി തരുവാൻ ശക്തനായ ദൈവത്തിന്റെ കരങ്ങളിലേക്കാണ് നമ്മൾ ആയിരിക്കുന്നത്. അവന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. യോഹന്നാൻ ബോധം കെട്ട് നിലത്ത് വീണപ്പോൾ അടുത്ത് കേൾക്കുന്ന ശബ്ദമുണ്ടല്ലോ, അടുത്ത് വന്ന് കർത്താവ് അവന്റെ മേൽ കൈവച്ചിട്ട് പറയാണ്, ഭയപ്പെടേണ്ടെന്ന്. ദൈവം ഭയപ്പെടേണ്ട. നമ്മൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള അധ്യായങ്ങൾ വായിച്ചു നോക്കിയാൽ മൊത്തം 366 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്നുള്ള വാക്യമുണ്ട്. ഭയപ്പെടേണ്ട. എത്രയോ പ്രാവശ്യം നമ്മൾ കേൾക്കുന്ന ശബ്ദമാണ് ഭയപ്പെടേണ്ട. യോഹന്നാൻ ആകെപ്പാടെ ഭയപ്പെട്ട് വിറച്ചു നിൽക്കുന്ന സമയത്ത് അതേ മാധുര്യമേറിയ ഒരു ശബ്ദം, ഭയപ്പെടേണ്ട. ഓരോ ദിവസം നമ്മൾ എഴുന്നേറ്റ് വരുമ്പോഴും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പദം എന്താണെന്ന് അറിയാമോ? ഭയപ്പെടേണ്ട. ഈ 366 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്നുള്ളത് കണ്ടുപിടിച്ച വേദശാസ്ത്രികളാണ്. ഞാൻ എണ്ണി നോക്കിയിട്ടില്ല. അതേ പുസ്തകത്തിൽ വായിച്ചതാണ്. 366 പ്രാവശ്യം അക്കമിട്ട് അവരത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭയപ്പെടേണ്ട. ഓരോ ദിവസവും നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ മകനെ ഭയപ്പെടേണ്ട. ഒരു ദൈവത്തിന്റെ പൈതലിന്റെ മുൻപിൽ ഭയപ്പെടേണ്ട. ചില വർഷങ്ങൾക്ക് 366 ദിവസമുണ്ട്. ചില ദിവസങ്ങൾക്ക് 365 ദിവസമുള്ളൂ. എന്നാൽ ചില വർഷങ്ങൾ 366 ദിവസം വരുമ്പോഴും ആ ദിവസത്തെ കൂടെ ഒരു ഭയപ്പെടേണ്ട എന്നുള്ള പദം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കർത്താവ് പറയുന്ന അവന്റെ ശബ്ദമാണ് ഭയപ്പെടേണ്ട. യെശയ്യാ പ്രവചനം 41 അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യം വായിക്കാം. ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ, നീ എന്റെ ദാസൻ, ഞാൻ നിന്നെ നിരസിച്ചു കളയാതെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കുകയും അതിന്റെ മൂലകളിൽ നിന്ന് വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നവനായുള്ളവയെ, നീ ഭയപ്പെടേണ്ട. ഞാൻ നിന്നോട് കൂടിയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട. ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും. ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നോക്കണം, യാക്കോബിനോട് പറയാണ്, എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് എന്റെ ദാസനായ യാക്കോബേ വിളിച്ച വിളി എന്തെന്നറിയാമോ? എന്ത് ഓമന പേര് വിളിച്ചാണ് പറയുന്നത്? നീ ഭയപ്പെടേണ്ട, ഞാനാണ് തെരഞ്ഞെടുത്തത്. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നമ്മൾ പലപ്പോഴും ആണ്ടവസാന യോഗത്തിലൊക്കെ ഈ വാക്യങ്ങൾ എടുത്ത് വായിക്കാറുണ്ട്. നമ്മളെ ധൈര്യപ്പെടുത്തുന്ന വാക്കുകളാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, ഇത് പിതാവായ ദൈവം പറഞ്ഞ ഒരു വാചകമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 49-ഉം 50-ഉം വാക്യങ്ങളിൽ ഒരു മഹാനായ വ്യക്തിയോട് പറഞ്ഞൊരു വാചകം ഒന്ന് നോക്കിയാട്ടെ. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ ഒരാൾ വന്ന്, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ പ്രയാസപ്പെടുത്തേണ്ട എന്ന് പറഞ്ഞു. യേശു അത് കേട്ടാറെ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടും എന്ന് അവനോട് ഉത്തരം പറഞ്ഞു. യായിറോസ് വന്ന് യേശുവിന്റെ കാൽക്കൽ വീണ്, എന്റെ വീട്ടിൽ വന്ന് എന്റെ മകന്റെ മേൽ, എന്റെ പൈതലിന്റെ മേൽ കൈവയ്ക്കണമെന്ന് അപേക്ഷിച്ചതാ. അങ്ങനെ പൊക്കോണ്ടിരുന്നതിന്റെ ഇടയ്ക്കാണ് ഒരു രക്തസ്രാവക്കാരിയായ സ്ത്രീ ഇടയ്ക്ക് കയറി വന്നത്. അവളോട് സംസാരിച്ച് അവൾക്ക് സൗഖ്യം കൊടുത്ത കർത്താവിന്റെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് യായിറോസിന്റെ വീട്ടിൽ നിന്ന് യായിറോസിന്റെ അരികിലേക്ക് കടന്നു എന്ന് പറയാണ്, ഇനി ഗുരുവിനെ അസൂയപ്പെടുത്തണ്ട. യേശുവിനെ വിളിക്കുന്ന ഗുരു എന്ന, അദ്ദേഹം പള്ളിപ്രമാണിയാ. യേശു വിദ്യാഭ്യാസം ചെയ്തിട്ടില്ല, ആരിൽ നിന്നൊന്നും പഠിക്കാത്തവനാ. അതുകൊണ്ടാണ് ശാസ്ത്രിമാരൊക്കെ ചോദിക്കുന്നത്, വിദ്യാഭ്യാസം ഇല്ലാത്ത ഇവന് ഈ ജ്ഞാനം എവിടെ? ദൈവം ആരോട് പാദപെടുത്തിരുന്ന് പഠിക്കേണ്ടി വന്നിട്ടില്ല. ഒരാൾ പറഞ്ഞത് യേശു ആശാം പള്ളിക്കൂടത്തിൽ പഠിച്ചെന്നാ. ആശാം പള്ളിക്കൂടത്തൊന്നും യേശു പഠിച്ചിട്ടില്ല. വിദ്യാഭ്യാസം ഇല്ലാത്ത ഇവനെ, നാട്ടുകാർക്കെല്ലാം അറിയാം ഇവന് വിദ്യാഭ്യാസം ചെയ്തിട്ടില്ല. വിദ്യാഭ്യാസം ഇല്ലാത്തവന് എങ്ങനെ ഈ ജ്ഞാനം കിട്ടി? യായിറോസിന്റെ ഭവനത്തിൽ എന്ത് നടക്കുന്നൊക്കെ അറിയാവുന്ന കർത്താവാണ്. പള്ളിപ്രമാണിയാണ്, ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹമാണ് ഇപ്പൊ കാൽക്കൽ വന്ന് വീണ് എൻ്റെ പൈതലിനെ സൗഖ്യമാക്കണം എന്ന് പറഞ്ഞത്. അതേ രക്തസ്രാവക്കാരിയായ സ്ത്രീക്ക് സൗഖ്യം കൊടുത്തിങ്ങനെ നിൽക്കുമ്പോഴാണ് ഇനിയും ഗുരുവിനെ അസൂയപ്പെടുത്തണ്ട, കാരണം ബാല മരിച്ചുപോയി. ഉടനെ ഇത് കേട്ട ഉടനെ കർത്താവ് പറയാണ്, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. ദൈവത്തിന്റെ പൈതലേ, ഈ ശബ്ദം ഇന്ന് പകൽക്കാലം, അവിടെ രാത്രികാലം, ഈ സമയം നമ്മൾ കർത്താവിൽ നിന്ന് കേൾക്കുന്ന മൃദുല ശബ്ദം, മകനെ നീ ഭയപ്പെടേണ്ട. ദൈവത്തിന് സ്തോത്രം. അതേ തോമസ് എഡിസനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. തോമസ് എഡിസൺ
അദ്ദേഹം അനേക കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ച ഒരു വ്യക്തിയാണ്. ദൈവത്തിന് സ്തോത്രം. തോമസ് എഡിസൺ വളരെ ബാലനായിരിക്കുന്ന പയ്യനായിരിക്കുന്ന സമയത്ത് അമ്മ കൊണ്ടുപോയി ഈ തോമസ് എഡിസനെ സ്കൂളിൽ ചേർത്തു. നിങ്ങൾ ഇടയ്ക്ക് ചില സംഭവങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ചേർത്ത സന്ദർഭത്തിൽ ഈ തോമസ് എഡിസൺ വെറും മണ്ടനായിരുന്നു. പഠിക്കാൻ ഒരു അറിവ്, ഒരു വെറും മരമണ്ടനായിരുന്നു. അദ്ദേഹത്തെ സ്കൂളിൽ കൊണ്ട് ആക്കിയപ്പോൾ ആ ക്ലാസ് ടീച്ചർ ഈ കുട്ടികളെ പഠിപ്പിക്കും, ഇവൻ ശ്രദ്ധിക്കത്തൊന്നുമില്ല, ഇവൻ ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കും, കാരണം ഒന്നും എഴുതത്തില്ല. അവസാനം ഈ കുഞ്ഞിന്റെ കയ്യിൽ, തോമസ് എഡിസന്റെ കയ്യിൽ ക്ലാസ് ടീച്ചർ ഒരു എഴുത്ത് കൊടുത്തു വിട്ടു. എഴുത്ത്, ആ എഴുത്ത് നിന്റെ അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കണമെന്ന് പറഞ്ഞു. ഈ കുഞ്ഞോർത്ത് ഏതാണ്ട് വലിയ കാര്യമാണെന്ന് വിചാരിച്ച് ഈ എഴുത്ത് ഭദ്രമായി സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം അമ്മയുടെ കയ്യിലോട്ട് കൊണ്ട് കൊടുത്തു. അമ്മ ഇത് പൊട്ടിച്ച് വായിച്ചപ്പോൾ അമ്മയുടെ മുഖം ഒന്ന് വാടി. അപ്പൊ ഈ എഴുത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അറിയാൻ ഈ കുഞ്ഞ് ആഗ്രഹിച്ചു. ആ എഴുത്തിന്റെ അകത്ത് എഴുതിയിരിക്കുന്ന ഇതാണ്: നിന്റെ മകൻ പഠിക്കാൻ വെറും മണ്ടനാണ്, മരമണ്ടനാണ്. അതുകൊണ്ട് ഇന്നോട്ട് ഈ സ്കൂളിലേക്ക് വിടണ്ടെന്നാ പറഞ്ഞത്. ഇന്നോട്ട് ഈ സ്കൂളിലേക്ക് വിടണ്ട, വേറൊരു സ്കൂൾ അന്വേഷിച്ചോളാന്നാ പറഞ്ഞത്. ഈ അമ്മ ഈ എഴുത്തൊന്ന് വായിച്ചേക്കാൻ മകൻ ഇങ്ങനെ ആർത്തോണ്ടിരിക്കുക. പത്തിയായ ഒരു സ്ത്രീ, അതേ ഒരു പെന്തക്കോസ് വിശ്വാസി, വളരെ ദൈവത്തെ ആദരവോടെ അന്വേഷിക്കുകയും മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സ്ത്രീ, മകന്റെ ഈ ആവേശം കണ്ടപ്പോൾ ഈ എഴുത്തങ്ങോട്ട് പൊട്ടിച്ചിട്ട് വായിച്ചെന്നറിയാമോ? ക്ലാസ് ടീച്ചർ എഴുത്ത്, മോനെ നിന്റെ ടീച്ചർ എഴുത്ത് തന്നിരിക്കുന്നു. അമ്മ ചിരിച്ചോണ്ട് പറയാം, നിന്റെ മകൻ മഹാമിടുക്കനാണ്, വളരെ മിടുക്കനാണ്. ഇവിടെ അതേ ഈ മകനെ പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഇതിനേക്കാളും ഒരു ബെറ്റർ സ്കൂളിൽ പോയി പഠിക്കുന്നതാണ് നല്ലത്. കാരണം നിന്റെ മകൻ മഹാസമർത്ഥനാണെന്ന് പറഞ്ഞാ അമ്മ അങ്ങോട്ട് വായിച്ചേൽപ്പിച്ചത്. അപ്പൊ എഡിസന്റെ മുഖത്തെ ആ ഒരു സന്തോഷം കാണണം. ഈ അമ്മയുണ്ടല്ലോ അമേരിക്കയിൽ വീട്ടിൽ സ്കൂളിലാക്കി പഠിപ്പിക്കാനുള്ള അത് ക്രമീകരണമുണ്ട്. ഈ അമ്മ എന്ത് ചെയ്യുന്നറിയാമോ? കണ്ണുനീരോടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ച ഒരു ശബ്ദം കേട്ടു: മകളെ നീ ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. മുട്ടുകുത്തി കണ്ണുനീരോടെ മകന് വേണ്ടി പ്രാർത്ഥിച്ച് ഈ മകനെ പഠിപ്പിച്ച്, ആ തോമസ് എഡിസനാണ് ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചത്. 150-ൽ പരം കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ച ഒരു വ്യക്തിയാണ് തോമസ് എഡിസൺ. ഇന്ന് തലമുറയെ ഓർത്ത് ഭാരപ്പെടുന്ന ദൈവത്തിന്റെ പൈതലേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. നിന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി തന്ന് നിന്റെ മക്കളെ ഉയർത്തുവാൻ, അതേ നീ വിചാരിക്കുന്ന നിലയേക്കാൾ അധികമായി, ചോദിക്കുന്നതിൽ നിനക്കിൽ അത്യന്തപരമായി നിന്നെ സഹായിപ്പാൻ തലമുറയ്ക്ക് വേണ്ടി ഭാരപ്പെടുന്ന ദൈവത്തിന്റെ പൈതലിന്റെ ധൈര്യത്തിന് വേണ്ടി ഞാൻ പറഞ്ഞൊരു വാചകമാണ്. യായിറോസ് പറഞ്ഞു, ഭയപ്പെടേണ്ട. അവിടെ ചെന്ന് ആ വീട്ടിൽ കയറി ഉടനെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ കർത്താവ് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും മാത്രം കൂട്ടിക്കൊണ്ട് അകത്ത് കയറി, ബാലേ, മാതാപിതാക്കളെയും കൂട്ടിക്കൊണ്ട് ബാലേ എഴുന്നേൽക്ക. അവൾ ഉടനെ എഴുന്നേറ്റ് വന്നു. ഭാരത്തോടെ ഇരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇന്ന് ഈ ദൈവശബ്ദം കേൾക്കട്ടെ, നീ ഭയപ്പെടേണ്ട. ദൈവത്തിന് സ്തോത്രം. മത്തായി സുവിശേഷം 17:7 നമ്മൾ വായിക്കുമ്പോൾ, അതെ, അടുത്ത് ചെന്ന് അവരെ തൊട്ട് എഴുന്നേൽപ്പിൻ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. താബോർ മലയിൽ പത്രോസും യാക്കോബും യോഹന്നാനും ബോധം കെട്ട് കിടക്കുകയാണ്. കർത്താവ് അവരോട് പറഞ്ഞ വാചകം, ഭയപ്പെടേണ്ട. ദൈവത്തിന് ഈ ശബ്ദം എല്ലാ ദിവസവും ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. മകനെ ഭയപ്പെടേണ്ട. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 50-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. 6:50. എല്ലാവരും അവനെ കണ്ടു ഭ്രമിച്ചിരുന്നു. ഉടനെ അവൻ അവരോട് സംസാരിച്ചു, ധൈര്യപ്പെടുവീൻ, ഞാൻ തന്നെയാകുന്നു. അക്കരയ്ക്ക് പോകാന്ന് പറഞ്ഞ് പടകിൽ കയറി അക്കരയ്ക്ക് പോകാന്ന് പറഞ്ഞ് ഇവരെ പറഞ്ഞു വിട്ടിച്ച് കർത്താവ് പ്രാർത്ഥിപ്പാൻ മലയിലേക്ക് പോയി. അത് കുറെ മുൻപോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര കാറ്റും അതേ കടൽ ശോഭിക്കുന്നു. ആകപ്പാടെ പ്രശ്നം. 4-ാമത്തെ യാമത്തിൽ, 1-ാം യാമത്തിൽ കർത്താവ് ചെന്നില്ല, 2-ാം യാമത്തിൽ ചെന്നില്ല, 3-ാം യാമത്തിൽ ചെന്നില്ല. രക്ഷപ്പെടും എന്ന് ഇനിയും സംശയമായിരിക്കുന്ന, നശിച്ചു പോകുമെന്ന് വിചാരിച്ച സമയത്താണ് കർത്താവ് കടലിൽ മീതെ കൂടെ നടന്ന് അവരെ വിട്ടുപോകുന്ന ഭാവം കാണിച്ചു. ദൈവത്തിന് സ്തോത്രം. അപ്പോഴത്തേക്ക് അവർ ഭൂതമാണെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കി. എന്നാൽ കർത്താവ് പടകിൽ കയറിയിട്ട് പറഞ്ഞു, അതേ കടൽ ശാന്തമായി, കാറ്റ് അടങ്ങി. ദൈവത്തിന് സ്തോത്രം. അവരോട് പറഞ്ഞ വാചകം, ഭയപ്പെടേണ്ട. നമ്മുടെ ജീവിതത്തിൽ ഈ യാത്ര ചെയ്യുമ്പോൾ, അക്കരയ്ക്ക് പോകുമ്പോൾ, കടലിൽ കൂടി യാത്ര ചെയ്ത് പടകിൽ കയറി തുഴഞ്ഞു നമ്മൾ അക്കരയ്ക്ക് പോകുകയല്ലേ? ഈ യാത്രയിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും കൊടുങ്കാറ്റിന്റെയും കടലിന്റെ ഇളക്കത്തിന്റെ നടുവിൽ നമ്മുടെ പടകിനെ നേരെ നിർത്തുവാൻ കഴിവുള്ളവൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. നീ വിളിക്കുമ്പോൾ 1-ാം യാമത്തിൽ കർത്താവ് വന്നെന്നിരിക്കത്തില്ല, 2-ാം യാമത്തിലും വന്നിരിക്കത്തില്ല, 3-ാം യാമത്തിലും
വന്നെന്നിരിക്കത്തില്ല. എന്നാൽ രക്ഷപ്പെടുമെന്നുള്ള ആശ അറ്റുപോയിരിക്കുന്ന സന്ദർഭത്തിൽ ഈ 4-ാം യാമത്തിൽ ഇനിയും നിനക്ക് തുഴയാൻ ഒക്കത്തില്ല, പടക് നേരെ നിർത്താൻ ഒക്കത്തില്ല. രക്ഷപ്പെടുന്നുള്ള ആശ അറ്റുപോയിരിക്കുന്ന സന്ദർഭത്തിൽ ഈ 4-ാം യാമത്തിൽ ഗലീല കടലിനെ മുറിച്ചുകൊണ്ട് കൊടുങ്കാറ്റിനേക്കാൾ അതിവേഗതയിൽ നിന്റെ പടകിലേക്ക് കടന്നു വന്ന് നിന്റെ പടകിനെ നേരെ നിർത്തുവാൻ കഴിവുള്ളവനായ ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തിന് സ്തോത്രം. ആണ്ടിന്റെ ആരംഭം മുതൽ ഡിസംബറിന്റെ അവസാനം വരെയും 366 ദിവസങ്ങളിലും ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് നമ്മളെ നടത്തുന്ന കർത്താവിനെയാണ് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. ഈ കർത്താവിൽ നമുക്ക് ആശ്വസിക്കാം. ഇനി നമുക്ക് അടുത്തത് അത് 10-ാമത്തെ വിഷയത്തിലേക്ക് കടന്നു വരാം. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. അതാണ് 10-ാമത്തെ വിഷയം. കർത്താവ് ആദ്യനാണ്, അന്ത്യനാണ്. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്തവനാണ്, ഒടുക്കത്തവനാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് 1-ാം അധ്യായം അതേ ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു എന്നുള്ള വിഷയത്തെക്കുറിച്ച് കർത്താവിനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. കർത്താവിൻ്റെ ഒരു പ്രത്യേകത ആദ്യനാകുന്നു. സകലത്തിന് മുൻപേ ഉള്ളവനാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്ന പോലെ തന്നെ പിതാവാം ദൈവത്തെക്കുറിച്ചും തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. യെശയ്യാ-പ്രവചനം 41-ാം അധ്യായം 4-ാമത്തെ വാക്യം. ആർ അത് പ്രവർത്തിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്തു. ആദ്യം മുതൽ തലമുറകളെ വിളിപ്പിച്ചവൻ യഹോവയായ ഞാൻ ആദ്യനും അന്ത്യന്മാരുടെയും കൂടെ അനന്യനും ആകുന്നു. ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. 44-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിച്ച്. ഇസ്രായേലിന്റെ രാജാവായ യഹോവേ, അവന്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു എന്ന് പറഞ്ഞാൽ പിതാവിനോട് സമത്വമുള്ളവനും സാരാംശത്തിൽ ഏകമായിരിക്കുന്നവനും നിത്യാസ്തിത്വമുള്ളവനുമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആരംഭത്തിൽ തന്നെ അവസാനവും അറിയുന്നവനാണ്. ദൈവം ആരംഭത്തിന് മുമ്പേ തന്നെയും അവിടുന്ന് ഉണ്ടായിരുന്നു, അവസാനത്തിന് ശേഷവും ഉണ്ടായിരിക്കും. പിതാവ് ദൈവമായിരിക്കുന്ന അതേ അളവിൽ പുത്രനും ദൈവമാണ് കേട്ടോ. പുത്രനും ദൈവമാണ്. യഹൂദ ജനവും റോമൻ പടയാളികളും അവസാനം അവനെ കണ്ടത് മരിച്ചവനായിട്ടാണ് കണ്ടത്. എന്നാൽ നമ്മുടെ കർത്താവ് റോമൻ ഗവൺമെന്റിന്റെ മുദ്രയെ പൊട്ടിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് വരുവാൻ തക്കണ്ടിയായി. എബ്രായലേഖനം 13-8 വാക്യം വായിക്കുമ്പോൾ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം. കയ്യപ്പാവിന്റെ മുമ്പിൽ കർത്താവിനെ വിസ്തരിപ്പാൻ കൊണ്ട് നിർത്തിയില്ലേ? അപ്പൊ കയ്യപ്പാവ് ഒരു ചോദ്യം ചോദിച്ചു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണോ എന്ന് ചോദിച്ചു. ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞ ഭാഗം നമ്മൾ മത്തായി സുവിശേഷത്തിൽ കാണുവാൻ തക്കൊള്ളാൻ കഴിയുന്നു. പലരും കള്ളസാക്ഷികളെ കൊണ്ട് നിർത്തിയിട്ട് അതേ യേശു മിണ്ടാതിരിക്കുകയാണ്. മുഴുവൻ പറയുന്ന കള്ളങ്ങളാണ്. അവസാനം ഇവൻ പറഞ്ഞു 46 വർഷം കൊണ്ട് പണിത ഈ മന്ദിരം ഇവൻ തന്നെ പൊളിച്ചിട്ട് 3 ദിവസം കൊണ്ട് പണിയാമെന്ന് പറഞ്ഞു. അതിനും കർത്താവ് ഉത്തരം പറഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. എല്ലാം പറയുന്ന പോഷ്ക. അപ്പോഴാണ് കയ്യപ്പാവ് എഴുന്നേറ്റുന്നോണ്ടൊരു ചോദ്യം ചോദിച്ചു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവോ എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് ആണയിട്ട് ചോദിക്കുന്നു പറഞ്ഞു. ആ സമയം കർത്താവ് തല ഉയർത്തി. ജീവനുള്ള ദൈവത്തെ കൊണ്ട് ആണയിട്ട് ചോദിച്ചാൽ ഉടനെ ഉത്തരം കൊള്ളണം എന്നുള്ളതാണ് യഹൂദന്മാരുടെ പ്രമാണം. ജീവനുള്ള ദൈവത്തെ കൊണ്ട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശു 3 ഉത്തരമാണ് കൊടുത്തത്. ഞാനാണെന്ന് പറഞ്ഞു. 2, ഇനി മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കും. 3, ഇനി അവൻ ആകാശ മേഖലയെ വാഹനമാക്കി വരും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, മഹാപുരോധ നിനക്കെന്നെ മനസ്സിലായില്ലേ? നിന്റെ പൂർവ്വപിതാവായ മോശയ്ക്ക് മുൾപ്പടപ്പിൽ പ്രത്യക്ഷപ്പെട്ടവനാണ് ഞാൻ. ഞാനാകുന്നവൻ ഞാനാകുന്നു. ദൈവത്തിന് ആ ഞാനാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അറിയാമോ? സകലത്തെയും സൃഷ്ടിച്ചവൻ, സകലത്തിന് മുൻപേ ഉള്ള ഞാനാണ് നിന്റെ മുമ്പിൽ ഇരിക്കുന്നത്. അതേ ഇപ്പോൾ ഞാൻ കെട്ടപ്പെട്ടവനായിരിക്കും. എന്നാ നീ ഒരു കാര്യം ഓർത്തോണം, ഇനി മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കും. 3, അവൻ ആകാശ മേഖലയെ വാഹനമാക്കി വരും എന്ന് പറഞ്ഞ ഉടനെ കയ്യപ്പാവ് വസ്ത്രം വലിച്ചു കീറി. ഇനി ഞാൻ എന്തിനാ? സാക്ഷാത്തായ മഹാപുരോഹിതൻ വന്നിരിക്കുമ്പോൾ ഈ വേഷം കെട്ടി നടക്കുന്നു പറഞ്ഞ് അവൻ അറിഞ്ഞോ അറിയാതെയോ ഈ വസ്ത്രം വലിച്ചു കീറി. പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം വായിക്കുമ്പോൾ മഹാപുരോഹിതൻ തലമുടി പിച്ചിപ്പറിക്കരുത്, അവന്റെ വസ്ത്രം കീറരുത്. പക്ഷേ ഇത് കീറി എന്ന് പറഞ്ഞാൽ അതോടെ മഹാപുരോഹിത ശുശ്രൂഷ അവസാനിച്ചിരിക്കുന്നു. സാക്ഷാത്തായ മഹാപുരോഹിതൻ ഇവിടെ വന്ന് മുമ്പിൽ നിൽക്കുന്നു. ദൈവം ദേവാലയത്തിന്റെ തിരശീല മേൽതൊട്ട് അടിയോളം കീറിക്കളഞ്ഞു. പഴയ നിയമ ആരാധനയും അവസാനിച്ചു. നമ്മുടെ കർത്താവായ യേശു പറയുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. നിന്റെ പിതാവായ മോശയ്ക്ക് മുൾപ്പടപ്പിൽ പ്രത്യക്ഷപ്പെട്ട ഞാനാണ്
നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ദൈവത്തിന്റെ പൈതലേ, ഞാൻ ആദ്യനും ഒന്നാമത്തിനും ഒടുക്കത്തനുമാകുന്നു. എല്ലാവരും ബേഥലേഹം മുതലാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുന്നത്. ഇപ്പോൾ ക്രിസ്തുമസിന്റെ ദിവസം വരാൻ പോവുകയാണ്. എന്നാൽ സകലത്തിന് മുൻപേ ഉള്ളവനാണ് നമ്മുടെ കർത്താവ്. ആദ്യനാണ്, അന്ത്യനാണ്. ഇനി അതിന്റെ 18-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ മരിച്ചവനായിരുന്നു എന്നാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. അതാണ് 11-ാമത്തെ കർത്താവിന്റെ വിശേഷത. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരിച്ചവൻ എന്ന് പറഞ്ഞാൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റവൻ. യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് നമ്മൾ 1-ാം അധ്യായത്തിന്റെ ആരംഭ ഭാഗത്ത് നമ്മൾ ചിന്തിച്ചാണ്. നമ്മുടെ കർത്താവ് മരിച്ചു, അത് ശരിയാണ്. ലോകമഹാന്മാരെല്ലാം മരിച്ചു. ഇന്നും പലസ്തീനിൽ അതേ പലതരം കല്ലറകൾ അടയപ്പെട്ട് കിടക്കുന്നു. മഹാന്മാരായ അനേക വ്യക്തികൾ ലോകത്തിൽ എഴുന്നേറ്റിട്ടുണ്ട്. അതേ അനേക ദേവന്മാർ എഴുന്നേറ്റിട്ടുണ്ട്. ശ്രീബുദ്ധൻ പ്രായം ചെന്നാണ് മരിച്ചു പോയത്. നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു. ശ്രീകൃഷ്ണൻ അവരുടെ ദൈവമാണ്. പക്ഷെ ഒരു കാട്ടാളൻ അബദ്ധവശാൽ വെടിവെച്ചപ്പോൾ, അത് അമ്പെയ്തപ്പോൾ അതേ ശ്രീകൃഷ്ണന്റെ ദേഹത്തിൽ നിന്നുകൊണ്ട്, അങ്ങനെയാണ് ഒരു കാട്ടാളന്റെ അമ്പേറ്റാണ് ശ്രീകൃഷ്ണൻ മരിച്ചുപോയത്. അവരൊക്കെ മരിച്ചുപോയി. ഇന്ദിരാഗാന്ധി മരിച്ചുപോയി. ഞാൻ അനേക മഹാന്മാരുടെ ശവകുടീരങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവരെല്ലാം മരിച്ച് ഇന്ന് കല്ലറയിൽ വിശ്രമിക്കുന്നു. ഉലക മഹാന്മാരെല്ലാം കല്ലറയിൽ വിശ്രമിക്കുമ്പോൾ ഒരു കല്ലറ മാത്രം ഇന്നും തുറന്നു കിടക്കുന്നു. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കല്ലറയാണ്. ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഇനിയും യേശുവിന് മരണമില്ല. പാപികളായി നമുക്ക് വേണ്ടി ഈ ലോകത്തിൽ കടന്നു മരിച്ചു. ഇപ്പോൾ കർത്താവ് പറയുന്നു, എന്നേക്കും ഞാൻ ജീവിച്ചിരിക്കുന്നു. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെയാണ് നമുക്ക് അവിടെ കാണുവാൻ തക്കൊണ്ട് കഴിയുന്നത്. പത്മോസ് ദ്വീപിൽ ഏകനായി കിടക്കുന്ന യോഹന്നാന്റെ അടുക്കൽ വന്ന് പറയാണ്, എന്നേക്കും ജീവിച്ചിരിക്കുന്നതാണ് ഞാൻ നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഈ പദം വെളിപ്പാട് പുസ്തകത്തിൽ പല സ്ഥലത്ത് പറയുന്നുണ്ട്. അതേ നമ്മൾ റോമാലേഖനം 8-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 8:11 വായിച്ചേ. യേശുവിനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ യേശുക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനാണ് നമ്മുടെ വലിയ പ്രത്യാശ എന്ന് പറയുന്നത്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളാരും മരണത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അതേ മരിച്ച നമ്മുടെ പിതാക്കന്മാർക്കും ഉണ്ട്. എപ്പോഴാണ് മരണം നമ്മളെ വന്ന് പിടിക്കുന്ന അറിയത്തില്ല. അഥവാ മരിച്ചാൽ നമ്മുടെ ഈ മർത്യ ശരീരത്തെ കർത്താവ് ജീവിപ്പിക്കും. കാരണം അതിന് തെളിവെന്താണെന്നറിയാമോ? യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതുകൊണ്ടാണ്. നമ്മൾ റോമാലേഖനം 1:8 വായിക്കുമ്പോൾ, ജഡ സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാൽ എന്ന് വായിക്കുന്നു. മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ അവൻ ദൈവത്തിന്റെ പുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടു. നമ്മുടെ മാറ്റിവരിക്കുന്ന പലരും നല്ല സുഖമില്ലായിരിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നു. അവന്റെ ഉയർപ്പിന്റെ വ്യാപാര ശക്തിയാൽ ഇന്ന് രാത്രികാലം നിങ്ങൾക്ക് സൗഖ്യം ദൈവം തരുമാറാകട്ടെ. യേശു മരിച്ചതുകൊണ്ട് മരിച്ചു, പാവികളായി നമുക്ക് വേണ്ടി മരിച്ചു. പക്ഷേ യേശു ഉയർത്തെഴുന്നേറ്റു. 1 കൊരിന്ത്യർ 15:52 വായിച്ച്. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. അതിന്റെ 20-ാമത്തെ വാക്യം കൊണ്ടൊന്ന് വായിച്ചേ. എന്നാൽ നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. യേശു ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യേശു ഉയർത്തെഴുന്നേറ്റതിനാൽ നമുക്കും ഒരു ഉയർപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. മരിച്ച കർത്താവിന്റെ വരവെങ്കിൽ മരിച്ചവർ അക്ഷയരായിട്ട് ഉയർത്തെഴുന്നേൽക്കും. ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടും. നമ്മൾ ഒരുമിച്ച് കർത്താവിന് എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. യേശു ക്രിസ്തു പറയുന്നു, ഞാൻ മരിച്ചവനായിരുന്നു. അതാണ് 11-ാമത്തെ പ്രത്യേകത. ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും എന്നേക്കും ജീവിച്ചിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം ആവർത്തിച്ച് ഈ പദം നമുക്ക് പിന്നീട് കാണുവാൻ തക്കവണ്ണം കഴിയും. ഇനി 12-ാമത്തെ വിഷയത്തിലേക്ക് കടന്നു വരാം. ഇവിടാണ് നമ്മൾ 1-ന്റെ ആഴ്ച നിൽക്കാൻ തക്കൊണ്ട് പോകുന്നത്. കർത്താവ് പറയുന്നു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ദൈവത്തിന് സ്തോത്രം. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമാണുള്ളത്. മരണത്തെ ജയിച്ചവൻ ആ താക്കോൽ കർത്താവിന്റെ കരയിലുണ്ട്. പണ്ടും വിചാരിച്ചിരിക്കുന്നത്, പത്രോസിനോട് പറഞ്ഞു, നീ പത്രോസ് ആകുന്നു, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിന്റെ കയ്യിൽ തരുന്നു എന്ന് പറഞ്ഞിട്ട് പത്രോസിന്റെ കയ്യിൽ താക്കോൽ മൊത്തം കൊടുത്തിട്ട് കർത്താവ് താക്കോൽ ഇല്ലാത്തവനായി വെളിയെ നടക്കുന്ന ഒരു ചിന്തയാണ്
പലരുടെയും ഉള്ളിൽ അത് മനസ്സിൽ കടന്നു വന്നിരിക്കുന്നത്. താക്കോൽ എന്തിനെ കാണിക്കുന്നു? അധികാരത്തെ കാണിക്കുന്നു. താക്കോൽ അധികാരം. യെശയ്യാ പ്രവചനം 22-ാം അധ്യായം 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഞാൻ ഞാൻ ദാവീദിന്റെ ദാവീദിന്റെ താക്കോൽ താക്കോൽ അവന്റെ തോളിൽ വയ്ക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല. ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ ഞാൻ അവന്റെ തോളിൽ വെക്കും. നമ്മുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പ്രവചനമാണ്. യേശു ക്രിസ്തു ജനനത്തെ കുറിച്ച് ഗബ്രിയേൽ ദൂതൻ മറിയോട് അറിയിക്കുമ്പോൾ അവൻ ദാവീദിന്റെ സിംഹാസനം ഞാൻ അവന് കൊടുക്കും എന്ന് പറയില്ലേ? ദാവീദിന്റെ സിംഹാസനം ഞാൻ അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. ഇവിടെ പ്രവചനമായിട്ട് പറയാണ്, അതേ ദാവീദിന്റെ അതേ താക്കോൽ ഞാൻ അവന്റെ തോളിൽ വെക്കും എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ സിംഹാസനം ഞാൻ അവന് കൊടുക്കും. ദാവീദിനെ കുറിച്ച് 816 പ്രാവശ്യം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ദാവീദ് തന്റെ പാപത്തെ ദൈവം ക്ഷമിച്ച്, അത് ഹൃദയപ്രകാരമുള്ള ദാവീദെന്ന് കർത്താവ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാട് ദിവസം അവസാനിപ്പിക്കുമ്പോഴും അതേ ഞാൻ ദാവീദിന്റെ പേരും നക്ഷത്രമാണെന്ന് പറയുന്നില്ലേ? അത്രമാത്രം ദൈവത്തെ അനുസരിച്ച് ജീവിച്ച ഒരു മഹാനായിരുന്നു ദാവീദ്. നമ്മളായിരുന്നെങ്കിൽ അവനെ വലിയ പ്രാധാന്യം കൊടുക്കത്തില്ലായിരുന്നു. എപ്പോഴും ഊരിയാവിന്റെ ഭാര്യ എടുത്തെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആൾക്കാർ നടക്കുന്നത്. എന്നാൽ ദൈവം അത് ക്ഷമിച്ചു, ദൈവം അത് മറന്നു. ഒരുത്തനോട് വിട്ടുകളഞ്ഞാൽ, അവൻ ഹൃദയപ്രകാരം കരഞ്ഞപേക്ഷിച്ച് കഴിഞ്ഞാൽ അത് അവനോട് ക്ഷമിച്ചു, മറന്നു. ഇനി ദൈവം അത് ഓർക്കത്തില്ല. മഹാസമുദ്രത്തിന്റെ അടിക്കൊണ്ട് അവന്റെ പാപം കളഞ്ഞിരിക്കുകയാണ്. ഇനി അത് പൊക്കിക്കൊണ്ട് വരത്തില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മളൊക്കെ ആണെങ്കിൽ പിന്നെയും അത് തന്നെ പൊക്കി പറഞ്ഞുകൊണ്ടിരുന്നെ. ആ ദാവീദിന്റെ സങ്കീർത്തനമാണ് നമ്മൾ വായിക്കുന്നത്. ആ ദാവീദിനെ കുറിച്ച് കർത്താവിന് വലിയ പ്രാണുണ്ട്. ദാവീദിന്റെ സിംഹാസനം എന്ന് പറയുന്നു, ദാവീദിന്റെ ഉദയ നക്ഷത്രം എന്ന് പറയുന്നു, ദാവീദിന്റെ പേരെന്ന് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. അതേ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. താക്കോൽ എന്ന് പറഞ്ഞാൽ അധികാരത്തെ കാണിക്കുന്നു. വെളിപ്പാട് 3:7 വായിച്ചേ. ഫിലദൽഫിയ സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. ദാവീദിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതേ ദാവീദിന്റെ താക്കോലുള്ളവൻ എന്ന് പറഞ്ഞാൽ അധികാരം മൊത്തം കർത്താവിന്റെ കരങ്ങളിലാണ്. ദൈവത്തിന് സ്തോത്രം. ഉയർത്തെഴുന്നേൽപ്പോട് കൂടിയ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പോടെ അധികാരത്തിന്റെ ശക്തി മൊത്തം നമ്മുടെ കർത്താവിന്റെ ഏരിയയാണ്. താക്കോല് അധികാരത്തെ കാണിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു വ്യക്തിക്ക് മരണമരണം ഉണ്ടാകാൻ പാടില്ല. മരണത്തിന്റെ അധികാരിയായി പിശാചിനെ കർത്താവ് തന്റെ മരണത്താൽ നീക്കി മരണഭീതിയാൽ അടിമകളായിരുന്ന നമ്മെ വിടുവിച്ച കാര്യം എബ്രായർ 2:14 വായിക്കുന്നു. വായിച്ച എബ്രായർ 2:14. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവനിൽ മരണഭീതിയിൽ അടിമകളാക്കിയിരിക്കുന്നവരൊക്കെയും വിടുവിച്ചു. മരണത്തിന്റെ താക്കോൽ കർത്താവിന്റെ കരങ്ങളിലാണ് ഇരിക്കുന്നത്. ഇന്നിവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ അതേ അന്ത്യം എപ്രകാരമാണ് സംഭവിക്കുന്നുള്ളത് എല്ലാം കർത്താവിനറിയാം. ഇന്ന് രാവിലെ ഒരു പാസ്റ്ററിനെ വിളിച്ചു. അദ്ദേഹത്തിന്റെ കസിൻ ഇന്ന് രാവിലെ ഗൾഫിൽ ഭാര്യയും 3 കുഞ്ഞുങ്ങളുണ്ടായിരുന്ന ആ വ്യക്തി പെട്ടെന്ന് ഒരു നെഞ്ചിന് വേദന വന്ന് മരിച്ചുപോയി. 52 വയസ്സ്. അങ്ങനെ എത്രയോ മരണങ്ങൾ നമ്മൾ കാണുന്നു. മരണത്തിന്റെ സമയം നമ്മുടെ കർത്താവിന് മാത്രമേ അറിയാവുള്ളൂ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ മരണത്തിന്റെ അപ്പുറത്തായും നമുക്ക് വലിയ പ്രത്യാശയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദാവീദിന്റെ താക്കോലുള്ളവൻ, ദൈവത്തിന് സ്തോത്രം, മരണത്തിന്റെ മേൽ അധികാരമുള്ളവൻ, ആരും അടച്ചാലും അതിനെ തുറക്കുന്നവൻ, ആര് തുറന്നാലും അതിനടയ്ക്കുന്നവൻ, അധികാരമുള്ളവനാണ് ഈ താക്കോല് കയ്യിലുള്ളവൻ. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ. ഇന്ന് നമുക്ക് മരണത്തെക്കുറിച്ച് ചിന്തിച്ച് അവസാനിപ്പിക്കാം. 7 കൂട്ടം കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. സദൃശവാക്യം 14:32 വായിച്ച്. സദൃശവാക്യം 14:32. ദുഷ്ടനു തന്റെ ദുഷ്ടതയാൽ വീഴ്ച വരുന്നു, നീതിമാനോ മരണത്തിലും പ്രത്യാശയുണ്ട്. നീതിമാനും മരണത്തിലും പ്രത്യാശയുണ്ട്. ഒരു നീതിമാനായ വ്യക്തി മരിക്കുമ്പോൾ മരണത്തിൽ അവന് എന്തുണ്ടെന്നറിയാമോ? പ്രത്യാശയുണ്ട്. ഒരു പൈതല് സ്കൂള് വിട്ട്, അതായത് ഒരു പെൺകുട്ടിയാണ്, ഒരു ബാലിക, അവൾ ഭവനത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ കൂട്ടുകാർ ഒത്തിങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഈ കുട്ടി ഒറ്റയ്ക്ക് തൻ്റെ വീട്ടിൽ ഇങ്ങനെ വരുന്ന യാത്ര കണ്ടു. ഒരു മകനായ വ്യക്തി
ഒരു സൺഡേ സ്കൂൾ അധ്യാപകൻ ശവക്കോട്ട നിൽക്കുകയാണ്. ഇവളാ ശവക്കോട്ടെ കൂടെ ഇങ്ങനെ വരുന്ന കാഴ്ച കാണുകയാണ്. അപ്പൊ സന്ധ്യയായി. 100 കണക്കിന് ശവങ്ങളുടെ കൂമ്പാരമാണ്, അല്ല ഈ കല്ലറകളാണ് അവിടെ കാണുന്നത്. ഇതിലൂടെ നടന്നാണ് ഈ പെൺകുട്ടി പോകുന്നത്. അപ്പൊ ഈ പണ്ഡിതൻ അവിടെ നിന്നപ്പം ചോദിച്ചു, ഈ കുഞ്ഞിനെ കണ്ടങ്ങ് അന്തം വിട്ടുപോയി. കുഞ്ഞെ, ഈ സന്ധ്യാസമയത്ത് ഇതിലെ വരാൻ തക്കണം നീ ഒറ്റയ്ക്കുള്ളൂ എന്ന് ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞു, അതെ, എനിക്ക് അനേക കൂട്ടുകാരുണ്ട്. ഒരു നല്ല പെൺകുട്ടി, അറിവുള്ളൊരു പെൺകുട്ടിയാ സാറേ. എനിക്ക് അനേക കൂട്ടുകാരുണ്ട്. അവരെല്ലാം ഈ അങ്ങേ കവലയ്ക്ക് വരുമ്പോൾ എല്ലാവരും പിരിഞ്ഞു പോകും. എൻ്റെ വീട്ടിൽ പോകാൻ ഞാൻ ഈ ശവക്കല്ലർക്കൂടെ, ഈ ശവക്കോട്ടയിൽ കൂടെ, ഈ സെമിറ്ററി കൂടെ വരാൻ ഞാൻ ഒറ്റയ്ക്കുള്ളെന്ന് പറഞ്ഞു. അപ്പൊ ഈ അധ്യാപകൻ ചോദിച്ചു, കുഞ്ഞേ, ഈ സന്ധ്യാസമയത്ത് ഈ സെമിറ്ററി കൂടെ വരാൻ നിൽക്കണം, നിനക്ക് പേടിയില്ലേ എന്ന് ചോദിച്ചു. ഉടനെ അവള് പറഞ്ഞു, എനിക്ക് പേടിയുണ്ടെന്ന് പറഞ്ഞു. സാറിന് ഇങ്ങോട്ടൊന്ന് മാറി നിൽക്കാമെന്ന് ചോദിച്ചു. എന്തായാലും അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞാണ് കേട്ടോ. സാറിന് ഇങ്ങോട്ടൊന്ന് മാറി നിൽക്കാമെന്ന് ചോദിച്ചു. നിൽക്കാമെന്ന് പറഞ്ഞു. സാറ് ഈ ശവക്കല്ലറുടെ മുകളിൽ കൂടെ അങ്ങോട്ടൊന്ന് നോക്കാമെന്ന് ചോദിച്ചു. നോക്കി. അങ്ങ് ദൂരെ ഒരു വെട്ടം കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അയ്യോ, എനിക്ക് കാണാൻ മേല കുഞ്ഞേ എന്ന് പറഞ്ഞു. എന്നാ സാറേ ചൂടിച്ചോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. ആ കാണുന്ന വലിയ കല്ലറയുണ്ടല്ലോ, ആ കല്ലറയുടെ മുകളിൽ കൂടെ സാർ അങ്ങോട്ടൊന്ന് നോക്കാമോ എന്ന് ചോദിച്ചു. നോക്കി. അവിടെ ഒരു വെട്ടം കാണുന്നുണ്ടോ? അപ്പൊ പറഞ്ഞു, ഇപ്പൊ എനിക്ക് കാണാം, ഒരു വെട്ടം കാണുന്നുണ്ട്. ആ വെട്ടം കാണുന്നത് എൻ്റെ വീടാണ്, എൻ്റെ വീടാണ്. ഞാൻ ഇവിടെ വരുമ്പോൾ ഈ കല്ലറകളെ അല്ല നോക്കുന്നത്, ഞാൻ ഈ കല്ലറയ്ക്ക് അപ്പുറത്തുള്ള എൻ്റെ വീടിനെയാണ് നോക്കുന്നത്. എൻ്റെ വീട്ടിലെ വെട്ടം കാണുമ്പോൾ എൻ്റെ പേടി അങ്ങ് മാറിപ്പോവും. എത്ര മനോഹരമായ വാചകം! ദൈവത്തിന്റെ പൈതലി, മരണത്തെക്കുറിച്ച് നീതിമാൻ എപ്പോഴൊരു പ്രത്യാശയുണ്ട്. എന്താണെന്നറിയാമോ? ഈ ശവക്കല്ലറയ്ക്ക് അപ്പുറത്തായി നമുക്കൊരു വീടുണ്ട്, അവിടെ ഒരു വെട്ടമുണ്ട്, അവിടെ നമ്മളെ കാത്തിരിക്കുന്ന ഒരു പിതാവുണ്ട്, നമ്മളെ കാത്തിരിക്കുന്ന ഒരു മാതാവുണ്ട്. ആ വീടിന്റെ വെട്ടം കാണുമ്പോൾ, ആ വിളക്ക് കാണുമ്പോൾ നമ്മുടെ ഭയം മാറിപ്പോകുന്നു. ഇവിടെ ശലോമോൻ പറയാണ്, നീതിമാന് മരണത്തിലും പ്രത്യാശയുണ്ട്. ഇന്ന് രാത്രികാലം ഈ പ്രത്യാശ ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അടുത്ത 2 തെസ്സലോനിക്കർ 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിച്ചേ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിനെ നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതെ ഇരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇവിടെ വായിക്കുന്നത് മരണം ഒരു നിദ്രയാണ്, ഒരു ഉറക്കമാണ്. ദൈവത്തിന് സ്തോത്രം. അവിടെ വായിക്കുന്ന നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നീ അറിയാതിരിക്കരുത്. 1 തെസ്സലോനിക്കർ ലേഖനത്തിൽ 5 വിഷയമാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. 1-ാം അധ്യായത്തിൽ അവരുടെ തെരഞ്ഞെടുപ്പ്, 2-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ അവരുടെ നടപ്പ്, 1-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ തെരഞ്ഞെടുപ്പ്, 2-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ അവരുടെ നടപ്പ്, 3-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ അവരുടെ നിലനിൽപ്പ്, 4-ാം അധ്യായം 16-ഉം 17-ഉം വാക്യങ്ങളിൽ യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച്, 5-ാം അധ്യായത്തിൽ 23-ഉം 24-ഉം വാക്യങ്ങളിൽ അവരുടെ ശുദ്ധീകരണത്തെ കുറിച്ച്. അപ്പം കർത്താവിന്റെ വരവിനെ കുറിച്ച് ഓർപ്പിക്കുമ്പോൾ പറയുകയാണ്, ഇവര് മരിച്ചവരെ കുറിച്ച് വലിയ ദുഃഖത്തില്ല. അപ്പൊ കർത്താവ് പറയാണ്, അത് പൗലോസ് പറയാണ്, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത്. നീതിമാന്റെ മരണം ഒരു നിദ്രയാണ്, ഒരു ഉറക്കമാണ്. കർത്താവ് ലാസറിനെ കുറിച്ച് പറഞ്ഞ വാചകം എന്താ അറിയാമോ? എൻ്റെ സ്നേഹിതൻ ലാസർ നിദ്ര കൊള്ളുന്നു. അത് കേട്ട സമയത്ത് കൂടെ ശിഷ്യന്മാർ പറഞ്ഞു, അവൻ ഉറങ്ങുകയാണെങ്കിൽ അവനെ നമുക്ക് ഉണർത്താമെന്ന് പറഞ്ഞു. ഉറങ്ങുകയാണെങ്കിൽ ഉണർത്താമെന്ന് പറഞ്ഞു. അവര് ഓർത്ത് ഉറക്കാന്ന്. ദീനം പിടിച്ചിടന്ന് മരിക്കാറായി കിടക്കുന്നുള്ളത് സഹോദരിമാര് കർത്താവിനെ അറിയിച്ചിട്ടും കർത്താവ് അങ്ങോട്ട് പോയില്ല. കർത്താവ് പിന്നെ ഒരു പ്രോഗ്രാം ഉണ്ടാക്കി വേറൊരു വഴിയെ പോയി. അപ്പം ലാസർ അവിടെ മരിക്കുന്നത് കർത്താവ് ഇവിടെ അറിഞ്ഞു. എൻ്റെ ദാസൻ ലാസർ നിദ്ര കൊള്ളുന്നു. ദൈവത്തിന് സ്തോത്രം. അവർ പറഞ്ഞു, നിദ്ര കൊള്ളുന്നെങ്കിൽ നമുക്ക് ഉണർത്താമെന്ന് പറഞ്ഞു. അല്ല, ലാസർ മരിച്ചുപോയി. അപ്പോൾ അങ്ങോട്ട് പോകാൻ തക്കൊണ്ടും യേശു തീരുമാനിച്ചപ്പോൾ തോമാച്ചൻ പറയാണ്, നമുക്കും അവന്റെ കൂടെ മരിപ്പാൻ തക്കൊണ്ടും പോകാം. അവിടെ ചെന്നാൽ മരണമാണെന്നറിയാം, നമുക്ക് മരിപ്പാൻ പോകാം എന്ന് പറഞ്ഞ പോകുന്നത്. അവിടെ ചെന്ന് കർത്താവായ യേശു ക്രിസ്തു ഉണ്ടല്ലോ, നിദ്ര കൊണ്ട ലാസറിനെ ഉണർത്തിയ കർത്താവാണ്. ഒരു ദൈവത്തിന്റെ പൈതലിന്റെ മരണമുണ്ടല്ലോ, അത് ഉറക്കമാണ് എന്നുള്ള കാര്യം ഓർക്കണം. D.L. മൂഡി മരിക്കുന്നതിന് മുൻപേ തന്റെ മരണം താൻ കണ്ടു. താൻ പറഞ്ഞു, നാളെ ഈ സമയത്ത് ഞാൻ മരിക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ അപ്പച്ചന്റെ വീട്ടിലേക്ക് കടന്നു പോകും. ദൈവത്തിന്റെ പൈതലെ, നീതിമാന് മരണം ഒരു നിദ്രയാണ്. ഞാൻ ഒരു ദിവസം ഉണരും എന്നറിയാം. ലൂപ്പസ് വന്ന ഒരു സഹോദരി, അതേ ആ
ഒരു ബിജോയി എന്ന് പറയുന്ന ഞങ്ങളുടെ ഇവിടെയുള്ള ഒരു സഹോദരനാണ്. അദ്ദേഹത്തിന്റെ പെങ്ങളാണ്, സുന്ദരി. പെട്ടെന്ന് നമുക്ക് ലൂപ്പസിന്റെ അസുഖം പിടിച്ചു. അതേ അസുഖം പിടിച്ച് ഇങ്ങനെ കിടക്കുന്ന സന്ദർഭത്തിൽ അതേ ഈ സഹോദരൻ കൂടെ പോയി നിൽക്കുകയാണ്, ശുശ്രൂഷിക്കുകയാണ്. ഒറ്റ പെങ്ങളേ ഉള്ളൂ, സുന്ദരിയായ ഒരു പെൺകുട്ടി. അതെ, ഈ രോഗം വന്ന് അവൾ ആകപ്പാട് അസ്ഥികൂടമായി. അപ്പൊ ഇങ്ങനെ കട്ടിലിരിക്കുന്ന സമയത്ത് ഈ ആങ്ങള തൊട്ടടുത്തിരുന്നെങ്കിൽ അവളെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം സമയമായപ്പോ ഈ സഹോദരി പറയുകയാണ്, അച്ചാച്ച അവിടെ നിന്ന് മാറാമെന്ന് ചോദിച്ചു. ആ കട്ടിന്റെ അറ്റത്തിൽ നിന്ന് മാറാം. ഇത് നടന്ന സംഭവം. അച്ചാച്ച അവിടെ നിന്ന് മാറാൻ പറഞ്ഞു. പറഞ്ഞു അച്ചാച്ച മാറി നന്നായി. കാരണം ഒരു കസേര ഇറങ്ങി വരുന്നു, ഒരു ചെയർ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് മരിക്കുകയും ചെയ്തു. ഇതാണ് ഒരു ദൈവത്തിന്റെ പൈതലിന്റെ അതേ പ്രത്യാശ. ദൂതന്മാർ വരുന്ന ആ കാഴ്ച, ദൂതന്മാർ വന്ന് കൊണ്ടുവന്ന കാഴ്ച, മരണത്തിനും പ്രത്യാശയുണ്ട്. അതേ നീതിമാന്റെ മരണം നിദ്രയാണ്, ഉറക്കം പോലെയാണ്. ഫിലിപ്പിയ ലേഖനം 1:21 വായിച്ചേ. ഫിലിപ്പിയർ 1:21. ഫിലിപ്പിയ ലേഖനം 1. ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമല്ലോ. മരണത്തിന്റെയും പാതാളത്തിന്റെ താക്കോൽ കർത്താവിന്റെ കരങ്ങളില്ല. ദൈവത്തിന്റെ പൈതലെ പലരും വിചാരിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ പൈതലിന്റെ മരണം അതേ പിശാച് വന്ന് കൊണ്ടുവന്നല്ല. ഈ താക്കോല് കർത്താവിന്റെ കരങ്ങളില്ല. കർത്താവ് അനുവദിച്ചെങ്കിലേ നീ മരിക്കത്തുള്ളൂ. കർത്താവിനറിയാം നിന്റെ സമയം. ആ സമയമാകുമ്പോൾ, അതുകൊണ്ടാണ് നാഗർ സാഹിബ് ഒരു പാട്ട് പാടി എഴുതിയില്ലേ, സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമദീനായി ബദ്ധപ്പെട്ടോടിയിടുന്നു. താൻ നമ്മുടെ നാട്ടിൽ വന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ താൻ എഴുതിയ ഒരു പാട്ടാണ്. അത് എഴുതുവാനുള്ള മുഖാന്തരം ഒരു കൊലപാതകനെ പിടിച്ച് ജയിലിലിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തോട് ട്രിവാൻഡ്രം ജയിലിൽ കിടക്കുകയാണ്. അദ്ദേഹത്തോട് സുവിശേഷം പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹം ശരിയായില്ല. വലിയൊരു കൊലപാതകം നടത്തി അദ്ദേഹത്തെ ജയിലിട്ടിരിക്കുകയാണ്. തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ തൂക്കിക്കൊല്ലുന്നതിന്റെ ദിവസം ഈ ഒരു ചോദ്യം, ഡോക്ടർമാർ വരും, അദ്ദേഹത്തെ സൂക്ഷിച്ച ഡോക്ടർമാർ വരും, അതുപോലെ തന്നെ അദ്ദേഹത്തിന് കൗൺസിൽ കൊടുത്തിരിക്കുന്ന ആൾക്കാർ വരും. അവസാനം ഒരു ചോദ്യം ചോദിച്ചു, നിനക്ക് ഇനി എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? നല്ല ബിരിയാണി ഒക്കെ കൊണ്ട് വെച്ചിരിക്കുകയാണ് കഴിക്കാൻ. അവര് വേണ്ട, എനിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. ആ ആഗ്രഹം ഇതാണ്, നാഗർ സാഹിബിനെ ഒന്ന് വരുത്തണം. അപ്പം അവസാനത്തെ ആഗ്രഹമല്ലേ നാഗർ സാഹിബ് ഈ ആഗ്രഹം നിറവേറ്റിയേ ഒക്കത്തുള്ളൂ. അദ്ദേഹത്തെ വളരെ ദൂരേന്ന് നാഗർ സാഹിബിനെ വിളിച്ചു വരുത്തി കൊല്ലുന്ന ആ സമയം മാറ്റിവെച്ചു. നാഗർ സാഹിബിനെ കണ്ടു കഴിഞ്ഞപ്പോ, ഈ സാഹിബ് എന്ന് ജയിലി സുവിശേഷം പറഞ്ഞ് ഇദ്ദേഹം രക്ഷിക്കപ്പെട്ടതാണ്. നാഗർ സാഹിബിനെ കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ സാഹിബിനെ കണ്ടില്ലായിരുന്നെങ്കിൽ എനിക്കൊരു പ്രത്യാശ ഉണ്ടാകത്തില്ലായിരുന്നു. ഇന്ന് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എവിടെ പോകുന്നുള്ളത് എനിക്കറിയാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെ എനിക്ക് മറ്റൊരു വഴിയുണ്ട്, ഒരു സ്ഥലമുണ്ടെന്ന് എനിക്ക് പറഞ്ഞു തന്നതിന് വളരെയേറെ നന്ദി. കെട്ടിപ്പിടിച്ച് കരഞ്ഞു. നാഗർ സാഹിബ് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ചുമ്മിച്ചു. അവർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച് അതിനുശേഷമാണ് ഇദ്ദേഹത്തെ തൂക്കുമരത്തിലേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹത്തെ തൂക്കി കൊന്നേ ഒക്കത്തുള്ളൂ, അത്രമാത്രം മരണമാണ്. ആ മരണം കണ്ടതിന് ശേഷം ഈ സാഹിബ് എഴുതിയൊരു പാട്ടാണ്, സമയാമ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമദീനായി താഴ്ന്ന് ബദ്ധപ്പെട്ടോടിയിടുന്നു. അതിന്റെ താഴോട്ടൊന്ന് വായിക്കുമ്പോൾ ദൂതന്മാര് വന്ന് സ്വീകരിക്കുന്ന കാര്യമൊക്കെ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പൈതലേ, മരണം നമ്മുടെ ജീവിതത്തിൽ അത്യുത്തമമാണ്. പൗലോസ് പറയാണ്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിപ്പാൻ എനിക്കും കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. അപ്പോൾ നീതിമാന്റെ മരണം എന്ന് പറഞ്ഞാൽ അത് അത്യുത്തമമാണ്. വെളിപ്പാട് 14:13. സമയം പോകുന്നല്ലോ. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു, അത് പറഞ്ഞ് എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വൃദ്ധന്മാർ ഭാഗ്യവാന്മാർ, അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു, അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. നമ്മുടെ എല്ലാവരുടെയും ഈ
നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ശവപ്പെട്ടിൽ എഴുതിക്കുന്ന ഒരു വാക്കല്ലേ, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. മഹാനായ പാസ്റ്റർ കെ.സി. ജോൺ പ്രസംഗിച്ചപ്പോൾ ഒരു ഉദാഹരണം പറയുണ്ടായി. അദ്ദേഹം പറഞ്ഞ്, ഒരു മനുഷ്യൻ മരിച്ചിങ്ങനെ നടക്കുകയാണ്, ജീവിതത്തിൽ മുഴുവൻ പാപം ചെയ്ത് ദുർമാർഗിയായി ജീവിച്ച ഒരു ക്രിസ്ത്യാനി സഹോദരൻ, മറ്റുള്ളവർക്ക് ആപ്പ് വെക്കുന്നവൻ, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവൻ, മരിച്ചിങ്ങനെ ശവപ്പെട്ടി കിടക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ പ്രസംഗിക്കുകയാണ്, അയ്യോ ഇദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു, അദ്ദേഹത്തിന്റെ ശവപ്പെട്ടി എഴുതിയിട്ടുണ്ട്, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വൃദ്ധന്മാർ ഭാഗ്യവാന്മാർ. ഇദ്ദേഹത്തെക്കുറിച്ച് വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതിന്റെ ഇടയ്ക്ക് ഇദ്ദേഹത്തിന് ഊരി വെച്ചെന്ന് ജീവൻ വന്നു. ജീവൻ വന്നപ്പോൾ ആരാടാ എന്നെ കുറിച്ച് ഇത്രമാത്രം കാര്യങ്ങളൊക്കെ പറയുന്നത്, അവിടെ വലിയ ബഹളം ഉണ്ടായിരുന്ന ഊരി വെച്ചെന്നാ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വൃദ്ധന്മാർ ഭാഗ്യവാന്മാർ കേട്ടോ. ദൂതന്മാരുടെ കാര്യമൊക്കെ പാടുന്ന സമയത്ത് പുള്ളി അവിടെ കിടന്ന് വലിയ ബഹളം ഉണ്ടാക്കിയെന്ന്. ദൈവത്തിന്റെ പൈതലെ ജീവിതകാലം മുഴുവൻ അത് മോശമായിട്ട് ജീവിച്ചിട്ട് പിന്നെ എഴുതി വെക്കുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അവർ ഉയർത്തെഴുന്നേറ്റ് വന്നെങ്കിൽ ഇത് സമ്മതിക്കുമോ? ദൈവത്തിന് സ്തോത്രം. ആരാധാ എന്റെ മുന്നിട്ട് സ്തോത്രം പറയുന്നൊക്കെ പറയത്തില്ലേ? ഇവിടെ വായിക്കുന്നത് ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. 116 സങ്കീർത്തനം 15 വാക്യം വായിച്ചേ. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. ഒരു മരണം എന്ന് പറഞ്ഞാൽ അത് വിലയേറിയതാണ്. ദൈവത്തിന് സ്തോത്രം. തന്റെ ഭക്തന്മാരുടെ മരണം. അതെ, ഒരിക്കൽ വിലയാൻ പറഞ്ഞു, ഞാൻ ഭക്തന്മാർ മരിക്കുന്ന പോലെ മരിക്കട്ടെ എന്ന് പറഞ്ഞില്ലേ? അതിനെ പി സി ചാക്കോ സാർ പറഞ്ഞത്, ഭക്തന്മാർ മരിക്കുന്ന പോലെ മരിക്കണമെങ്കിൽ ഭക്തന്മാർ ജീവിച്ച പോലെ ജീവിക്കണം. വിലയാൻ എങ്ങനെയാ മരിച്ചത്? വാളുകൊണ്ടാണ് മരിച്ചത്. ദൈവത്തിന് സ്തോത്രം. വാളിന്റെ വെട്ടേറ്റാണ് മരിച്ചത്. പ്രവാചകനാ, എന്നാൽ ഇപ്പൊ കൂടത്തിറക്കിയ അതേ താൻ ലക്ഷണവിദ്യയാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ അനുഭവങ്ങളെല്ലാം മാറിപ്പോയി. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. ഇവിടെ വായിക്കുക, ഭക്തന്മാർ മരിക്കുന്ന പോലെ ഞാൻ മരിക്കട്ടെ. അവര് ഭക്തന്മാർ മരിക്കുന്ന പോലെ മരിക്കാൻ തക്കവണ്ണം സാധിച്ചില്ല, വാളുകൊണ്ട് കൊല്ലപ്പെടുകയായിരുന്നു. ദാനിയേൽ 12:13. ദാനിയേൽ 12:13. നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. നീ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക, നീയോ ദാനിയേലെ പോയി വിശ്രമിച്ചുകൊള്ളുക, കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരും. മരണം ഒരു വിശ്രാമമാണ്. ഭക്തനെ സംബന്ധിച്ച് വിശ്രമിക്കാൻ പോവുകയാണ്. അതേ, നീയോ ദാനിയേലേ, ഏറ്റവും പ്രിയപ്പെട്ട ദാനിയേലേ എന്ന് 3 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. ഇപ്പം ദൈവം തന്നെ പറയുകയാണ്, നീ പോയി വിശ്രമിച്ചു, കാലാവസാനത്തിങ്കൽ യുഗാവസാനത്തിങ്കൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരും. നമ്മുടെ പ്രിയപ്പെട്ടവര് അതേ മരിച്ചുപോയ ആ കാലത്തൊക്കെ ദുഃഖിച്ചിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. എൻ്റെ പ്രിയ ഭാര്യ 3 വർഷം മുമ്പ് മരിച്ചുപോയി. എനിക്ക് വലിയ പ്രത്യാശയുണ്ട് കേട്ടോ. വിശ്രമം കഴിഞ്ഞ് ഉണർന്നു വരുന്ന ഒരു സന്ദർഭം, കർത്താവിന്റെ വരവെങ്കിൽ കാണാമെന്നുള്ളൊരു പ്രത്യാശ. ഇതുപോലെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന പല പ്രിയപ്പെട്ടവര് ഈ പ്ലാറ്റ്ഫോമിൽ ഇല്ലേ? ദൈവത്തിന്റെ സ്തോത്രം. ഒരു ദിവസം നമുക്ക് കാണാം വിശ്രമത്തിൽ നിന്ന് എഴുന്നേറ്റ് വരും. അവസാനം 7ാമത്തെ വിഷയം, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 25 മുതൽ. ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രൻ തന്നിൽ തന്നെ ജീവനുള്ളവൻ ആകുമാറ് വരം നൽകിയിരിക്കുന്നു. അവൻ മനുഷ്യപുത്രനാകിയാൽ ന്യായവിധി നടത്തുവാൻ അവൻ അധികാരവും നൽകിയിരിക്കുന്നു. ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്. കല്ലറകളിലുള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ടു. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. ദൈവത്തിന് സ്തോത്രം. കല്ലറയിലുള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. കല്ലറയിലുള്ളവരെല്ലാവരും അവന്റെ ശബ്ദം കേട്ട് പുനരുദ്ധാനം ചെയ്യുന്ന നാഴിക വരുന്നു. ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 55 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. 7 കൂട്ടം കാര്യം ഞാൻ പറഞ്ഞു. ഇവിടെ വായിക്കുന്നു, വിശുദ്ധന്മാര് ഉയർത്തെഴുന്നേറ്റ് കർത്താവിന്റെ വരെങ്കിൽ 2 കൂട്ടരുണ്ട്. ഒന്ന്, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോവുക, ജീവനോട് ശേഷിക്കുന്ന രൂപാന്തരപ്പെടുക. 2ആയിട്ടല്ല എടുക്കപ്പെടുന്നത്, ഒരുമിച്ച് എടുക്കുന്നത്. ഇവിടെ കയറി വരുവിൻ എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ കല്ലറിലുള്ളവർ അവർ ഉയർത്തെഴുന്നേൽക്കും, ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടും. 2ആയിട്ടല്ല എടുക്കപ്പെടുന്നത്, ഒരുമിച്ചാണ് എടുക്കപ്പെടുന്നത്. ഒരുമിച്ച് മുന്നോട്ട് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് റൈറ്റ് വെച്ച് പോവുകയാണ്. ഇതൊക്കെ കണ്ണും മേയ്ക്കുന്നതിനിടയിലാണ്.
ഉയർത്തെഴുന്നേറ്റ് വിശുദ്ധന്മാർ താഴോട്ട് നോക്കുമ്പോൾ അവരുടെ കല്ലറ കാണുന്നു. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഇത്രയും നാൾ ഞങ്ങളെ ഒതുക്കി വെച്ചില്ലേ? ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഞങ്ങളെ മരണത്തിന് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചില്ലേ? നിന്റെ ജയം എടാ. ജീവനോട് ശേഷിച്ച് രൂപാന്തരപ്പെട്ട വിഷന്മാർ പറയും നിന്റെ വിഷമുള്ള വിടാ. ആ വിഷമുള്ള തുയിണ്ടാതെ, ആ മരണമാകുന്ന വിഷമുള്ള അറിയാതെ എടുത്തുകൊള്ളപ്പെട്ടവരാ. എന്നിട്ട് ഇവർ ഒന്നിച്ച് പറയുന്ന മുദ്രാവാക്യമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഒന്നിച്ച് കർത്താവിന്റെ വരവ് ഏറ്റുവാർത്തിരിക്കുന്നു. നീതിമാന്മാരെ, വിശുദ്ധന്മാരെ, നമുക്ക് പ്രത്യാശയോടെ ജീവിക്കാം. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. അടുത്ത ആഴ്ച പാതാള ലോകത്തെ കുറിച്ചാണ് ചിന്തിക്കാൻ പോകുന്നത്. മരണത്തിന്റെ താക്കോൽ കർത്താവിന്റെ കരങ്ങൾ, പാതാളത്തിന്റെ താക്കോൽ കർത്താവിന്റെ കരങ്ങൾ. പാതാളത്തെ കുറിച്ച് 2 ആഴ്ചത്തെ വിവരണം നമുക്ക് ശാന്തമായിട്ട് വിരിച്ചിട്ട് 2-ാം അധ്യായത്തിൽ പ്രവേശിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ ലാലു. താങ്ക് യു. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ഇന്ന് ദൈവം സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ ദാസനും പ്രത്യേക നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നിങ്ങൾ കാണിക്കുന്ന എല്ലാ ഉത്സാഹത്തിനും നന്ദിയുണ്ട്. നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ പിരിയാം. അവസാനമായി കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ചാക്കോ ആന്റണി പ്രാർത്ഥിച്ചാണ്. പാസ്റ്റർ ചാക്കോ ആന്റണി പ്രാർത്ഥിച്ചാണ്. കേൾക്കത്തില്ലേ പാസ്റ്റർ? ഓക്കെ. പാസ്റ്റർ ജോയിക്കുട്ടി പ്രാർത്ഥിച്ചാണ്. പാസ്റ്റർ ജോയിക്കുട്ടി പ്രാർത്ഥിച്ചാണ്. കർത്താവേ, നന്ദിയോടെ സ്തോത്രം, 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 സ്തോത്രം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, നല്ല സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പാദപീഠത്തിലേക്ക് വീണ്ടും ചേർന്ന് വരുന്നു. ഒരുമിച്ച് ദൈവത്തിന്റെ വചനം 1 മണിക്കൂർ ഞങ്ങൾക്ക് കർത്താവെ പഠിപ്പാൻ തക്കവണ്ണം ഇടയാക്കിയല്ലോ. വലിയ പ്രത്യാശയുള്ള ദൈവത്തിന്റെ വചനം ഞങ്ങളെ കർത്താവ് ഇന്ന് രാത്രിയിൽ കേൾപ്പിച്ച് ധൈര്യത്തോടെ കർത്താവെ ഞങ്ങളായിരിക്കാൻ ഇടയാക്കിയത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വിലപ്പെട്ട ദാസനെ ഈ സമയത്ത് ഞങ്ങളെ വചനം പഠിപ്പിപ്പാൻ ബലപ്പെടുത്തിയ വിശ്വസ്തതയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദാസനെ ദൈവം അനുഗ്രഹിക്കണമേ. ആരോഗ്യവും ബലവും പിന്നെയും ആയുസ്സിനെ കർത്താവ് നീട്ടിക്കൊടുത്ത അനേക പ്രാർത്ഥിക്കുന്ന ദൈവം കൊടുത്ത വചനത്തിന്റെ ജ്ഞാനത്തിനായി, പ്രത്യാശയ്ക്കായി നന്ദി പറയുന്നു. അനേകർക്ക് ഈ പ്രത്യാശ പകർന്നു കൊടുക്കുവാൻ ഇടപെടപ്പെട്ട ദാസനെ പിന്നെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം പഠിച്ച അതേ ഇന്ന് രാത്രി ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന എല്ലാവരെയും പേരുവരായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരും കർത്താവെ പ്രത്യാശയില്ലാത്തവരാ ജീവിപ്പാൻ അനുവദിക്കാതെ ഇരട്ടി പ്രത്യാശയോടെ ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ. ഭാരപ്പെടുന്ന പല വിഷയങ്ങളൊക്കെയും കർത്താവെ പ്രത്യാശയോടെ നിലനിന്നുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി ജീവിതത്തിൽ അനുഭവിപ്പാൻ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കാൻ ഞങ്ങളെ ഒരുമിച്ച് ദൈവം അനുഗ്രഹിക്കണമേ. കോളേജിന്റെ പ്രവർത്തനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. അതിനെ ചുമല കൊടുക്കുന്ന കർത്തദാസന്മാർക്കായി സ്തോത്രം പേരുവരായി എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് പൂർണ്ണവിനയത്തോടെ ഞങ്ങളെ സമർപ്പിക്കുന്നു. പിന്നെ നാളത്തെ കർത്താവെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരെയും കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുക്കണമേ. യാതിനെയും പ്രാർത്ഥനയും കർത്താവ് കേട്ടതിനായി നന്ദിയോടെ സ്തോത്രം. സകലമാനവും മഹത്വം തിരുമുൻപാകെ അർപ്പിക്കുന്നു. സകലവും ഞങ്ങൾക്ക് ആ ജീവൻ വച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. നമുക്ക് ആശീർവാദത്തോടെ പിരിയാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും ഇന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ദൈവവചനം പഠിപ്പിച്ച കർത്താവിന്റെ ദാസനോടും ഈ കോളേജിന്റെ പ്രവർത്തനങ്ങളോടും ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയിലും ജയതന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ ദാസനും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു.